നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ബഹിരാകാശത്ത് ഇന്ത്യയുടെ കീർത്തിമുദ്ര. ശുഭാംശു ശുക്ലയും ആക്സിയം 4 ദൗത്യത്തിലെ മറ്റ് 3 ബഹിരാകാശ യാത്രികരും ഭൂമിയിലേക്ക് മടങ്ങുന്നു. 4:30 പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപ്പെടും. നാളെ ഇന്ത്യൻ സമയം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് കാലിഫോർണിയൻ തീരത്ത് സ്പ്ലാഷ് ഡൗൺ ചെയ്യും. അൺഡോക്ക് ചെയ്യുന്നതിന് ശേഷം ബഹിരാകാശ പേടകം പസഫിക് സമുദ്രത്തിൽ ഇറങ്ങാൻ ഏതാണ്ട് 22.5 മണിക്കൂർ എടുക്കും. ജൂൺ 25 ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ആക്സിയം 4 ദൗത്യം പറന്നുയർന്നത്. 28 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് അവിടെ എത്തിയത്. ജൂൺ 26 ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി വിജയകരമായി ഡോക്ക് ചെയ്തു. ഇപ്പോൾ തൻ്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ശുഭാംശുവും സംഘവും മടങ്ങുകയാണ്. അത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തിൻ്റെ നിമിഷമാണ്. ഈ വിഷയം പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലും വയ്ക്കുന്നുണ്ട്. അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ആശംസകളും ആരായുന്നു. ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയും ചേരും. മറ്റ് ബഹിരാകാശ രംഗത്തെ വിദഗ്ധരെയും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യം അജയ് ബിജു സുധയിലേക്ക്. ജൂൺ 25 ഫ്ലോറിഡയിൽ നിന്ന് ഡ്രാഗൺ പറന്നുയർന്നപ്പോൾ അത് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമായിരുന്നു. അജയ്, പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് അത് 140 കോടി ഇന്ത്യക്കാരുടെ പ്രതീക്ഷയാണെന്നാണ്, അഭിമാനമാണെന്നാണ്. അത്തരമൊരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ശുഭാംശു മടങ്ങിയെത്തുമ്പോൾ രാജ്യത്തിന് എന്തൊക്കെയാണ് പ്രധാനമായും ഇനി ഉറ്റുനോക്കാനുള്ളത്? തീർച്ചയായും ഭാവിയിലേക്ക് ഒരു 100 സ്വപ്നങ്ങളുമായിട്ടാണ് ശുഭാംശു ശുക്ല നാളെ ഭൂമിയിലേക്ക് പറന്നിറങ്ങുന്നത്. ഇന്ത്യയുടെ ഭാവി ദൗത്യങ്ങൾക്ക് പുതിയ ചിറകുമായിട്ടാണ് അദ്ദേഹം നാളെ പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. 1984 രാകേഷ് ശർമ്മ ആദ്യമായി ബഹിരാകാശത്ത് എത്തുന്ന ഇന്ത്യക്കാരൻ എന്നുള്ള ഒരു ദൗത്യത്തിന് ശേഷം ഇപ്പോൾ രണ്ടാമത് ശുഭാംശു ശുക്ല ഇപ്പോൾ വീണ്ടും മറ്റൊരു നേട്ടത്തിനരികെ അദ്ദേഹം എത്തി നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ തരത്തിലുള്ള പരീക്ഷണങ്ങളും ബഹിരാകാശത്തുള്ള നിരീക്ഷണങ്ങളും എല്ലാമായിട്ട് അതിൻ്റെ ഒരു അറിവ് കരസ്ഥമാക്കിയിട്ടാണ് അദ്ദേഹം ഭൂമിയിലേക്ക് വരുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നിലവിൽ ശുഭാംശു ശുക്ല അടക്കമുള്ള 4 ബഹിരാകാശ യാത്രികരും ഇപ്പോൾ ഡ്രാഗൺ പേടകത്തിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞു. പേടകത്തിൻ്റെ ഡോറുകൾ അത് 3 മണിക്കാണ് ക്ലോസ് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനും വളരെ മുൻപേ തന്നെ ഏതാണ്ട് ഒരു 2:37 ഇന്ത്യൻ സമയം 2:37 തന്നെ ഇതിൻ്റെ വാതിലുകൾ ഹാച്ച് ക്ലോസ് ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇതിനകത്തുള്ള പ്രഷർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രക്രിയയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ അത് കമൻട്രിയായി പറഞ്ഞിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറിന് മുകളിലുള്ള ഒരു പ്രക്രിയയാണ് ഈ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രക്രിയ എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ആ ഒരു പ്രക്രിയയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 4 മണിക്ക് ശേഷം ഒരു 4:15 കൂടി അൺഡോക്കിംഗ് പ്രക്രിയ ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സമയം 4:35 കൂടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പേടകം വേർപെടും എന്നും അറിയിച്ചിട്ടുണ്ട്. അൺഡോക്കിംഗ് പ്രക്രിയ നിലവിൽ ആരംഭിച്ചിട്ടില്ല. നിലവിൽ അതിൻ്റെ ഈ ബഹിരാകാശ നിലയത്തിലേക്ക് ഈ സഞ്ചാരികൾ കടക്കുന്നതും അതുപോലെ തന്നെ ഈ ഹാച്ച് ക്ലോസ് ചെയ്യുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം നമുക്ക് ഈ ആക്സിയം സ്പേസിൻ്റെയും അതുപോലെ തന്നെ നാസയുടെയും യൂട്യൂബിലും വെബ്സൈറ്റുകളിലും എല്ലാം നമുക്ക് ലഭ്യമായിരുന്നു. ഇപ്പോൾ നിലവിൽ അവർ സ്ട്രീമിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ അൺഡോക്കിംഗ് പ്രക്രിയ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് കമാൻഡ് കൊടുക്കുമ്പോൾ മുതലാകും വീണ്ടും അതിൻ്റെ തത്സമയ സംപ്രേഷണം നമുക്ക് ലഭ്യമാവുക എന്നാണ് വിവരം. അതിൻ്റെ സംപ്രേഷണം ആരംഭിച്ചതിന് ശേഷം നമുക്ക് തത്സമയം തന്നെ ആ ദൃശ്യങ്ങൾ കാണാം. തീർച്ചയായിട്ടും ഇത് എങ്ങനെയാണോ അവിടെ ഡോക്ക് ചെയ്തത് അതുപോലെ തന്നെ സങ്കീർണമായിട്ടുള്ള ഒരു ദൗത്യത്തിലൂടെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് അത് ഭൂമിയിലേക്ക് കടന്നു വരേണ്ടത്. ഭൂമിയിലേക്ക് വിവിധ ഈ അൺഡോക്കിംഗ് എന്നത് സ്വാഭാവികമായും ഒരു ഓട്ടോമേറ്റഡ് ഒരു രീതിയാണ് അതിൽ നമ്മൾ കാണുന്നത്. സ്വാഭാവികമായും അതിൻ്റെ നിയന്ത്രണം ഭൂമിയിൽ നിന്നാണ് പ്രധാനമായും നടക്കുന്നത്. ഏതായാലും അങ്ങനെ ഒരു ഓട്ടോമേറ്റഡ് രീതിയിലുള്ള അൺഡോക്കിംഗ് സംവിധാനമാണെങ്കിൽ കൂടിയും അത് വളരെ വളരെ കൗതുകത്തോടു കൂടി തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്.
ഒപ്പം ഈ ബഹിരാകാശ യാത്രികർ വളരെ സുരക്ഷിതരായി മടങ്ങിയെത്താനുള്ള പ്രാർത്ഥനകളും ഒക്കെയാണ് നമുക്കുള്ളത്. അപ്പോൾ ഇനി ഉള്ള ഈ ഘട്ടങ്ങൾ എത്ര സങ്കീർണമാണ്, അത് ഏതു തരത്തിലാണ് പ്രധാനമായും ഇനി ശാസ്ത്രലോകം അത് നിരീക്ഷിക്കുക, എത്ര സങ്കീർണമായ തരത്തിലാണ് ഈ അൺഡോക്കിങ്ങും അതിനുശേഷമുള്ള പ്രക്രിയകളും, പ്രത്യേകിച്ച് ഈ ഭൂമിയിലേക്ക് സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്ന ഘട്ടം. കാരണം ഈ ഫ്രിക്ഷൻ മൂലമുണ്ടാകുന്ന ഹീറ്റ് അത് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ പേടകത്തിനുണ്ടാകണം. അത് താഴ്ന്നിറങ്ങുമ്പോൾ അതിൻ്റെ വേഗത കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ, റിവേഴ്സ് മെക്കാനിസത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അപ്പോഴാണ് സ്വാഭാവികമായും അത് താഴേക്ക് വളരെ ശാന്തമായി വരിക, പിന്നീട് സ്പ്ലാഷ് ഡൗൺ. അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു പ്രക്രിയ ഇനി എത്ര സങ്കീർണമാണ്, എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും മനു പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നിരവധി ഘട്ടങ്ങളിലൂടെ വേണം ഇനി ഇത് കടന്നു പോകാനായിട്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഓട്ടോമാറ്റഡ് പ്രക്രിയയാണ്. ഇപ്പോൾ കാലിഫോർണിയയിലെ ഇപ്പോൾ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഇതിന് ഉള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് പ്രോസസ്സുകളും എല്ലാം നടക്കുന്നത്. ശുഭാംശു ശുക്ലയാണ്, നമ്മൾ ഇതിൻ്റെ വിക്ഷേപണ സമയത്തും കണ്ടിരുന്നു, ശുഭാംശു ശുക്ലയാണ് ഇതിൻ്റെ പൈലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹമായിരിക്കും ഇത്തരം ഒരു അൺഡോക്കിംഗ് പ്രക്രിയയിലാണെങ്കിലും അതിന് നേതൃത്വം വഹിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ശുഭാംശു ശുക്ലയാണ്. എങ്കിലും ഇപ്പോൾ പേടകത്തിനകത്ത് ഉള്ളിലിരിക്കുന്നവർക്ക് അധികമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഗ്രൗണ്ട് സ്റ്റാഫ് ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ നിയന്ത്രിക്കുക. അതിനുശേഷം അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമായിരിക്കും ഇപ്പോൾ പേടകത്തിനകത്തുള്ള അവർക്ക് സ്വീകരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതിനുശേഷം തീർച്ചയായിട്ടും ഇപ്പോൾ ഭൂമിയിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് 23 മണിക്കൂർ, കൃത്യമായി പറഞ്ഞാൽ 22 മണിക്കൂർ 30 മിനിറ്റ് നീണ്ട യാത്രയാണ് ഭൂമിയിലേക്ക് നിലവിൽ കണക്കാക്കിയിരിക്കുന്നത്. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 3 മണിയോടുകൂടി ഇത് പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഭൂമിയിലേക്ക് കടക്കുന്നതും തീർച്ചയായിട്ടും ഒരു സങ്കീർണമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ്. ഇത് എങ്ങനെയാണോ ഡോക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ മുകളിലേക്ക് പോയത്, അതുപോലെ തന്നെ ഭൂമിയെ വലം വെച്ചുകൊണ്ടാണ് ഇത് തിരിച്ചു വരുന്നത്. വലം വെച്ച് ഓരോ ഭ്രമണപഥം, ഓരോ ഘട്ടങ്ങളായി ഓരോ ഭ്രമണപഥം ഇങ്ങനെ താഴ്ത്തി കൊണ്ടുവരികയാണ് ആദ്യം ചെയ്യുക. താഴ്ത്തി കൊണ്ടുവന്ന് ഭൗമോപരിതലത്തിൽ നിന്ന് ഏതാണ്ട് 350 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ ഇതിൻ്റെ മനു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിനുകൾ ഓപ്പോസിറ്റ് സൈഡ് ജ്വലിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ വേഗത കുറയ്ക്കുന്ന ഒരു ഘട്ടമാണ് 350 കിലോമീറ്റർ മുകളിൽ വെച്ച് ആരംഭിക്കുക. അതിനുശേഷം ഭൂമിയുടെ ഒരു ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ഫലമായി തന്നെ ഇതിൻ്റെ വേഗത അത് ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യും. അതിനുശേഷം ഇത് ഘട്ടം ഘട്ടമായി എഞ്ചിൻ ഓപ്പോസിറ്റ് സൈഡിൽ ജ്വലിപ്പിച്ച് വേഗത പതിയെ കുറച്ച് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു സ്പ്ലാഷ് ഡൗൺ നടക്കുക. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് അപകടകരമായിട്ടുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ഘട്ടം തന്നെയാണ്. ഈ സമയത്ത് പേടകത്തിൻ്റെ പുറം തലത്തിലുള്ള താപനില എന്ന് പറയുന്നത് അത് 2000 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരും. ഈ 2000 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരുന്ന താപനില നിയന്ത്രിച്ച് നിർത്തുന്നത് ഇതിൻ്റെ പുറം ലെയറായിട്ടുള്ള ഒരു താപകവചം, ഈ ഇപ്പോൾ ആക്സിയം ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഈ ഡ്രാഗൺ പേടകത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കവചമാണ് ഇതിനെ ഈ ചൂടിൽ നിന്ന് സംരക്ഷിക്കുന്നത്. അതിനുശേഷം ഇത് പസഫിക് സമുദ്രത്തിൽ വളരെ സേഫായിട്ട് ഇപ്പോൾ ലാൻഡ് ചെയ്തതിന് ശേഷമാണ് ഇവരെ കപ്പൽ കരയിലേക്ക് ഉൾപ്പെടെ എത്തുന്നത്. അജയ്, ഞാൻ ഒരു മിനിറ്റ് മടങ്ങി വരാം. നമ്മുടെ ചില പ്രേക്ഷകർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു വടകരയിൽ നിന്നാണ്. ശ്രീ ബാലകൃഷ്ണൻ, ഇന്ത്യക്ക് ഒരു അഭിമാന നിമിഷം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾ ഈ വിജയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ അങ്ങേയറ്റ സന്തോഷിക്കുന്നു, അത്രയേ പറയാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ബിജു, അപ്പോൾ നമുക്ക് അജയിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അജയ്, ഇവിടെ ഒരു പ്രധാന കാര്യം, ഇനി മടങ്ങിയെത്തിയാൽ തന്നെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു മെഡിക്കൽ വിശ്രമം ഇവർക്ക് ആവശ്യമാകും. ഭാരമില്ലായ്മ അനുഭവിച്ചറിഞ്ഞ ബഹിരാകാശ യാത്രികർ പിന്നീട് എത്തി അവർ ഇവിടെ എത്തുമ്പോൾ അവർക്ക് മെഡിക്കൽ രീതിയിലുള്ള വിശ്രമം ആവശ്യമായി വരും. അതൊക്കെ എല്ലാം ഒരു കൗതുകം നിറഞ്ഞ വിവരങ്ങളാണ് ഈ ശാസ്ത്രലോകത്ത് നിന്ന് വരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ഉണ്ടായ അവരെയൊക്കെയുള്ളൊരു യാത്രയപ്പുണ്ടായിരുന്നു. അതിൽ അവിടെ വിളമ്പിയ ഭക്ഷണം, പ്രത്യേകിച്ച് ചെമ്മീനുമായി ബന്ധപ്പെട്ട വിഭവങ്ങൾ, അതുപോലെ ഷ്രിംപ് കോക്ടെയിൽ, ചിക്കൻ മെക്സിക്കൻ രീതിയിലുള്ള വിഭവങ്ങൾ തുടങ്ങി ഈ സംഘത്തിലെ ആളുകൾ കൊണ്ടുവന്ന ഇതിനോടൊപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ശുഭാംശുവും ഇവിടുത്തെ ക്യാരറ്റ് ഹൽവയും ഒക്കെ അവിടെ അവർ പങ്കുവയ്ക്കുന്നു. സ്നേഹത്തിൻ്റെ ഒരു നിമിഷം. അങ്ങനെ വളരെയധികം കൗതുകങ്ങൾ നിറഞ്ഞ ഒരു യാത്ര കൂടിയാണിത്. ഇത്
അത്തരം വിവരങ്ങൾ എങ്ങനെയാണ് ശാസ്ത്രലോകം കൗതുകത്തോടെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ വളരെയധികം ഒരു കൗതുകകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെയുള്ള ഒരു ഭക്ഷണം. ഇവർ ഭക്ഷണം കഴിച്ച കാര്യമെല്ലാം ശുഭാംശു ശുക്ല ഉൾപ്പെടെ അദ്ദേഹം തൻ്റെ അനുഭവം ഹാം റേഡിയോ വഴി പങ്കുവെച്ചപ്പോഴുൾപ്പെടെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ ക്യാരറ്റ് ഹൽവ മാത്രമല്ല, മാമ്പഴ അച്ചാർ ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ അദ്ദേഹം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കൊണ്ടുപോയിരുന്നു. അതുൾപ്പെടെ അവിടെ പങ്കുവെച്ച് കഴിച്ച അനുഭവം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പോളണ്ടിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള സഹസഞ്ചാരിയായിട്ടുള്ള സ്ലാവോസ് ഉസ്നാവ്സ്കി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള മോമോസ് പോലെയുള്ള ഒരു പ്രത്യേക പലഹാരം, പൈറോഗി എന്ന് പറയുന്ന ഒരു പലഹാരം, അതൊക്കെ ഒരു തദ്ദേശീയമായിട്ട് ഉള്ള ഒരു പലഹാരം അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ ഹംഗറിയിൽ നിന്നുള്ള ഒരു ബഹിരാകാശ സഞ്ചാരി അദ്ദേഹം കൊണ്ടുവന്ന വിഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പരസ്പരം പങ്കുവെച്ച് കഴിച്ച അനുഭവങ്ങളെല്ലാം പറഞ്ഞത് അത് തീർച്ചയായിട്ടും ഒരു വളരെയധികം മറക്കാൻ കഴിയാത്ത കാര്യങ്ങളാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. അപ്പോൾ അതൊരു അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ കൂടി ഒരു പ്രതീകമായി മാറുകയാണ്. കാരണം പെഗി വിൻസ്റ്റൺ ഉണ്ട്, ഒപ്പം അജയ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ലാവോസ് വിസ്നിപ്സ്കി അവിടുന്ന് അദ്ദേഹത്തിൻ്റെ വിഭവങ്ങൾ കൊണ്ടുവരുന്നു. മൊമോ എന്ന നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് പരിചിതമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ മൊമോകൾ, ടിബോർ കാപ്പുവിൻ്റെ വിഭവങ്ങൾ, നമ്മുടെ ഭക്ഷണ ഹൽവ, ഇതൊക്കെ ആ ബഹിരാകാശ രംഗത്ത് വലിയ സൗഹൃദത്തിൻ്റെ വലിയ അടയാളങ്ങളായി മാറുകയാണ്. ഇനി മെഡിക്കൽ വിശ്രമം ഏതാണ്ട് ഒരാഴ്ച സമയമെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പ്രേക്ഷകൻ കൂടി എന്നോടൊപ്പം ചേർന്നത് മോഹൻദാസ് ആണ്. ശ്രീ മോഹൻദാസ്, വളരെ സങ്കീർണമായ നിമിഷങ്ങളാണ് ഇനിയുള്ളത്. വലിയ പ്രതീക്ഷയിലാണ് രാജ്യം. കാത്തിരിക്കുകയാണ് നമ്മൾ ശുഭാംശു ശുക്ലയെ. ചുരുങ്ങിയ വാക്കുകളിൽ എങ്ങനെ കാണുന്നു ഈ ദൗത്യത്തിൻ്റെ വിജയത്തെ? ആശംസകൾ. എനിക്ക് ഒരു മിനിറ്റ് തന്നാൽ മതി. ഒരു മിനിറ്റ് ഞാൻ കഴിയുക. അതായത് നമ്മുടെ പൊതുവേദിയുടെ ആസ്ഥാന ഗായകൻ തിലകനും അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മനസ്സിൽ തട്ടി നിൽക്കുന്ന മനുവിനും വേണ്ടിയിട്ട് ഒരു സമർപ്പണം. ഒരു മിനിറ്റ്. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ കന്മതിൽ ഗോപുര വാതിലിനരികിൽ കരുണാമയനവൻ കാത്തുനിന്നു, കരുണാമയനവൻ കാത്തുനിന്നു. നന്ദി. ഓക്കെ, താങ്ക് യു. നമ്മൾ കൂടുതലും ഈ ബഹിരാകാശ പേടകത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ എന്നോടൊപ്പം സുനിൽകുമാർ ചേർന്നിട്ടുണ്ട്, എനിക്ക് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ഓക്കെ സുനിൽകുമാർ, താങ്ക് യു. ഭാരതത്തിലെ 140 കോടി ജനങ്ങളുടെ വീരപുത്രനാണ് ശുഭാംശു. വി ആർ പ്രൗഡ് ഓഫ് യു ആൻഡ് ഓൾസോ പ്രൗഡ് ടു ബി എൻ ഇന്ത്യൻ എന്ന് സുനിൽകുമാർ പറയുന്നു. അതാണ് ഓരോ ഇന്ത്യക്കാരനും ഇത് അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. ഒപ്പം നമ്മുടെ സിംഗപ്പൂരിൽ നിന്ന് കാറ്റ്കിറ്റിനെ പോലുള്ള നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകരും നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. എന്നോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്, അഹമ്മദ് ബാബ മലപ്പുറത്ത് നിന്നാണ്. ശ്രീ അഹമ്മദ് ബാബ, കേൾക്കാമോ? കേൾക്കാം. ശ്രീ അഹമ്മദ് ബാബയുമായിട്ട് സംസാരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. താങ്കളില്ല, സുഖമില്ല, പനിയാണെന്നൊക്കെ പറഞ്ഞു. അത് കുറെ സുഖമായില്ലേ? അതെ. നമസ്കാരം. ഈ വലിയ ഇന്ത്യൻ വിജയത്തെ, അല്ലെങ്കിൽ ഈ ഒരു ചരിത്ര നിമിഷത്തെ എങ്ങനെയാണ് ആളുകൾ ചേർത്ത് പിടിക്കുന്നത് ശ്രീ അഹമ്മദ് ബാബ? ഇത്രത്തോളം അഭിമാനകരമായ ഒരു നിമിഷം ഏതാ നമുക്കുള്ളത്? അതെ, താഴെ തട്ടുന്ന അവസാനം വരെയുള്ള ഇന്ത്യക്കാരന് അത്രത്തോളം അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യേണ്ടതാണ്. അതാണ് ഓരോ ഇന്ത്യക്കാരനും. നിമിഷങ്ങളുമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിലുള്ള പോലെ തന്നെ ശുഭാം ഇതോടുകൂടി ഭൂമിയിൽ എത്തി നമ്മളെല്ലാരും അദ്ദേഹത്തിനേറ്റ് ബന്ധപ്പെടുക എന്ന് പറയുമ്പോ ഇപ്പൊ എനിക്കൊന്നും അതിന് സാധിക്കൂല. പക്ഷെ എങ്കിൽ പോലും നമുക്ക് നിങ്ങളെ ചാനലുകളിൽ കൂടി അറിയുന്ന വിവരങ്ങൾ കിട്ടുമല്ലോ. അപ്പൊ അതിന് എല്ലാവിധ അഭിനന്ദനവും നൽകുന്നു, അതേപോടൊപ്പം ബിഗ് സല്യൂട്ടും നൽകുന്നു. ഓക്കെ, അതാണ്. വളരെ നന്ദി ശ്രീ അഹമ്മദ് ബാബ എന്നോടൊപ്പം ചേർന്നതിന്. നമുക്ക് കുറച്ച് ദിവസത്തിന് ശേഷമാണ് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് മറ്റൊരു സുപ്രധാനമായ വാർത്ത സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അജയ് എന്നോടൊപ്പം തുടരുന്നുണ്ട്. അജയ്, ഏതാണ്ട് 263 കിലോ ഓളം ഭാരം വരുന്ന കാർഗോ ആണ് താഴേക്ക് വരുന്നത്. അതിൽ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടാകാം. ചിലത് അവിടെ ഈ ബഹിരാകാശത്ത് മൈക്രോ ഗ്രാവിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കാതിരിക്കാൻ അത് വളരെ ഭദ്രമാക്കിയൊക്കെ വെക്കേണ്ടതുണ്ട്. എങ്കിലും അങ്ങനെ നോക്കുമ്പോഴും ഇതിൽ വലിയ ഒരു ഡിജിറ്റൽ ഡാറ്റയാണ് താഴേക്ക് വരുന്നത്. ആ ഡിജിറ്റൽ ഡാറ്റ ഭാവിയിലെ ശാസ്ത്ര
പഠനത്തിന് വലിയ വാതായനങ്ങൾ തുറന്നിടും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ള പലതരം പരീക്ഷണങ്ങൾ ബഹിരാകാശത്ത് നടന്നു. അത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം വരുന്നു. അപ്പോൾ ഇതൊക്കെ എത്ര സങ്കീർണമായി ആയാണ് നമ്മൾ ഇതിനെ ഇനി നോക്കിക്കാണേണ്ടത്? ഇത് എത്രമാത്രം പ്രയോജനകരമായിരിക്കും വരുന്ന ഒരു ശാസ്ത്ര പരീക്ഷണ ഘട്ടങ്ങൾക്ക് എന്നുകൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അതിനെയൊക്കെ സംബന്ധിച്ച് പ്രേക്ഷകരുമായി എന്താണ് അജയ് പങ്കുവയ്ക്കാനുള്ളത്? മനു, അതിലേക്ക് കടക്കും മുമ്പ് ഇപ്പോൾ വളരെ ഒരു ശുഭകരമായിട്ടുള്ളൊരു വാർത്ത വരുന്നത് എന്താണെന്ന് വെച്ചാൽ കെന്നഡി സ്പേസ് സെൻറ്ററിലുള്ള ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്നൊരു അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ അവർ പങ്കുവച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഈ ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്യാനുള്ള പസഫിക് സമുദ്രത്തിൻ്റെ ആ സ്പോട്ട് എന്ന് പറയുന്നത് അതിപ്പോൾ അവിടുത്തെ കാലാവസ്ഥ ഫേവറബിൾ ആണ് എന്ന് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിൻ്റെ ഒരു വിക്ഷേപണ സമയത്ത് ഇതിൻ്റെ ഒരു സ്പ്ലാഷ് ഡൗൺ സമയത്തുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ആ ഒരു കാലാവസ്ഥയെ സംബന്ധിച്ചുള്ള ഒരു ആശങ്കകൾക്ക് നിലവിൽ നമുക്ക് അത്തരം ആശങ്കകളൊക്കെ മാറ്റിവെക്കാം. വളരെ ശുഭകരമാണ് ആ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി മനു പറഞ്ഞതുപോലെയുള്ള ഈ ഒരു ഡേറ്റ ഏതാണ്ട് ഒരു 580 പൗണ്ട് ഭാരം വരുന്ന ഒരു ഡേറ്റയുമായിട്ടാണ് ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള സംഘം ഭൂമിയിലേക്ക് എത്തുന്നത്. മൊത്തം 60ഓളം പരീക്ഷണങ്ങളാണ് ഇവർ നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഓരോ രാജ്യത്തിൻ്റെയും ഇന്ത്യ, അതുപോലെ തന്നെ ഹംഗറി, പോളണ്ട് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ തദ്ദേശീയമായിട്ടുള്ള പരീക്ഷണങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ ഇവർക്ക് ഏൽപ്പിച്ച ഒരു പരീക്ഷണങ്ങളുണ്ട്. സ്വകാര്യ പരീക്ഷണങ്ങളെല്ലാം കൂടി ഉൾപ്പെട്ടതാണ് ഈ 60ഓളം പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാകുന്നത് നമ്മുടെ ഭാവി ദൗത്യങ്ങളായിട്ടുള്ള ഗഗൻയാൻ പദ്ധതി, അതുപോലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗപ്രദമാകുന്ന തരത്തിലുള്ള ഒരു ഡേറ്റകൾ, ഇതെല്ലാമാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളതെന്ന് പറയുന്നത് ബഹിരാകാശത്ത് വിളപ്പിച്ചെടുത്ത വിത്തുകൾ. ഒരു 6 തരം വ്യത്യസ്തമായിട്ടുള്ള വിത്തുകളുമായിട്ടാണ് അദ്ദേഹം ബഹിരാകാശത്തേക്ക് പോയത്. ഇവ ബഹിരാകാശത്തെ സീറോ ഗ്രാവിറ്റിയിൽ മുളപ്പിച്ചെടുത്ത് അവയുടെ ഒരു വളർച്ച, അത് ഭൂമിയിൽ എത്തിച്ചതിന് ശേഷം അവയുടെ വളർച്ചയ്ക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ബഹിരാകാശത്ത് മുളപ്പിച്ചെടുക്കുന്ന വിത്തുകൾ അത് ഭൂമിയിലേക്ക് വരുമ്പോൾ എന്താണ് അവയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അവയുടെ സെൽസ്, അതുപോലെ തന്നെ അവയിൽ മ്യൂട്ടേഷൻസ് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയമെടുത്ത്, ശുഭാംശു ശുക്ല ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പഠിച്ച ഇപ്പോൾ സ്കിന്നിൻ്റെ, നമ്മുടെ മനുഷ്യൻ്റെ സ്കിന്നിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ മസിൽ സെൽസ്, ബോൺ സെൽസ്, ഇവയെല്ലാം സീറോ ഗ്രാവിറ്റിയിൽ ഇവയ്ക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം തീർച്ചയായിട്ടും അത് സംബന്ധിച്ച ഡേറ്റയെല്ലാം ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഒരു കൂടുതൽ പറയുകയാണെങ്കിൽ സീറോ ഗ്രാവിറ്റിയിൽ നമ്മുടെ മസിൽസ് അത് ഇപ്പോൾ ഫ്രീ ആവുന്നു, അതുപോലെ തന്നെ എല്ലിനെല്ലാം ഭാരമില്ലാത്ത അവസ്ഥ വരുന്നു. ഈ സമയത്ത് സ്പേസ് സിക്നസ് പോലെയുള്ള അവസ്ഥ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ശുഭാംശു ശുക്ല ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയെന്ന് അദ്ദേഹം ഹാം റേഡിയോ വഴി സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ അത് ഭാവിയിലുള്ള ഇന്ത്യയുടെ ദൗത്യങ്ങൾ നടക്കുമ്പോൾ ഇത്തരം ഒരു അവസ്ഥ നമ്മുടെ ബഹിരാകാശ സഞ്ചാരികൾക്ക് വരികയാണെങ്കിൽ അതിനെ അതിജീവിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതുവഴി നമുക്ക് ലഭ്യമാകുമെന്ന് വിചാരിക്കുന്നു. അജയ്, നമ്മൾ ഇതിൻ്റെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലേക്ക് നീങ്ങുകയാണ്. ആക്സിയം 4 മിഷൻ്റെ ഹാച്ചസ് എല്ലാം ക്ലോസ്ഡ് ആണ്. ക്രൂ മെമ്പേഴ്സ് ആർ അബൌട്ട് സ്പേസ് എക്സ് ഡ്രാഗൺ എന്ന വിവരങ്ങൾ നേരത്തെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവരെല്ലാം ബഹിരാകാശ പേടകത്തിനകത്തായി. ഇനി അവിടെയും നിരവധി കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ചോർച്ചകളുണ്ടോ, അത് എല്ലാം വളരെ ഒരു തരത്തിൽ ഫുൾ പ്രൂഫായി അത് മുഴുവൻ പരിശോധിക്കേണ്ടതുണ്ട്. പിന്നീട് ഈ ഡാറ്റ പവർ കേബിളുകൾ അവിടെ നിന്ന് മാറ്റുന്ന രീതി, ഒപ്പം ലാച്ചുകൾ പുറത്തു വരണം. ക്യാപ്സ്യൂളിനെ ഒരു സോഫ്റ്റ് ക്യാപ്ചർ അവസ്ഥയിലേക്ക് മാറ്റണം. ഡ്രാക്കോ ത്രസ്റ്ററുകൾ ഇനി വരണം. ബേൺ സീറോ സാഹചര്യത്തിലേക്ക് മാറണം. പിന്നീട് സൗമ്യമായി അകന്നുപോകാൻ ഡോക്കിംഗ് പോയിന്റിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനുമൊക്കെ സഹായിക്കുന്ന ചെറിയ ഫയറിങ്ങുകൾ ഒക്കെ നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഒട്ടനവധി ചെറുതും വലുതുമായ സങ്കീർണമായ നടപടിക്രമങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇനി പിന്നീട് വരാനിരിക്കുന്ന അവിടെ നിന്ന് ഈ അജയ് സൂചിപ്പിച്ചതുപോലെ ഈ സ്പ്ലാഷ് ഡൗൺ ചെയ്യുമ്പോഴൊക്കെയുള്ള ഒരു കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അത് വളരെ സന്തോഷം നൽകുന്നതാണ്. 60-ലധികം ശാസ്ത്ര പരീക്ഷണങ്ങൾ നടന്നു. ഭൂമിയിലേക്കുള്ള യാത്രയ്ക്കുള്ള എല്ലാ ഗവേഷണ സാമഗ്രികളും ശ്രദ്ധാപൂർവം സൂക്ഷിക്കുന്ന നടപടിയൊക്കെ പൂർത്തിയായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് നമുക്കറിയാം, ഒരു ഗുരുത്വാകർഷണമില്ലാത്തൊരു സാഹചര്യത്തിൽ അത്
പാറിപ്പറന്ന് നടക്കാനൊക്കെയുള്ള സാധനം. അപ്പോൾ അതെല്ലാം കൃത്യമായി സുരക്ഷിതമായി ശ്രദ്ധാപൂർവം സൂക്ഷിക്കുക. പിന്നീട് ക്യാബിൻ്റെ അകത്തുള്ള ആ സാഹചര്യം നിലനിർത്തുക, ഹാച്ചുകൾ സീൽ ചെയ്യുക, ബഹിരാകാശ പേടകത്തിൽ എല്ലാം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തി അൺഡോക്കിങ്ങിലേക്ക് കടക്കാൻ ഇനി അത്ര സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ എന്നതാണ്. അതിന് ഇടയിൽ ഒരു ചെറിയ പ്രേക്ഷകൻ്റെ പ്രതികരണം കൂടി കേൾക്കാം. സൂപ്പി വെള്ളമുണ്ടയിൽ നിന്ന് വിളിക്കുന്നു. സൂപ്പി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ ദൗത്യത്തിൻ്റെ വിജയം താങ്കളെ എത്രമാത്രം സന്തോഷവാനാക്കുന്നു? നമസ്കാരം മനസ്സർ. നമസ്കാരം. നമസ്കാരം. എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ പേടകം നമുക്ക് ഇന്ത്യ രാജ്യത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇനിയും ഒരുപാട് പരീക്ഷണങ്ങൾ ഇനിയും അതിജീവിക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് അതിന് തയ്യാറാവുമെന്നാണ് ഞാൻ ഇതാക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഡേവിഡ് വിജയ് കൂടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഡേവിഡ് വിജയ്, ഇതൊരു പ്രൗഡ് ഇന്ത്യൻ എന്ന നിലയിൽ ഡേവിഡ് വിജയ് എങ്ങനെ? വളരെ സന്തോഷം. പക്ഷെ പറയുന്നതിൽ വിഷമം തോന്നരുത്. വിഷമം തോന്നരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഹമ്മദാബാദ് നമ്മളെ ആഭ്യന്തര വ്യോമയാന രംഗത്തും നമുക്കൊരു അഭിമാനം വേണം. എന്ത് അപമാനമാണെന്നറിയോ ഉണ്ടായത്? അഹമ്മദാബാദിലെ പ്രശ്നം കണ്ടുപിടിക്കാൻ പോലും പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്ന ഇത്രയും വർഷമായില്ലേ സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. അപ്പൊ നമ്മുടെ വ്യോമയാന രംഗം എന്ന് പറഞ്ഞാൽ സ്പേസിലേക്ക് പോകണം മാത്രമല്ല, ആഭ്യന്തര യാത്രക്കാർക്കും വേണ്ടേ അവരുടെ സുരക്ഷിതത്വം. എത്ര വിദേശ പൗരന്മാർ അതിനകത്ത് പോയത്. ഇപ്പൊ ഇന്ത്യയിലെ എയർലൈൻസ് വിശ്വസിക്കാമോ എന്നുള്ള നിലയിലേക്ക് എത്തി. പക്ഷെ താങ്കളുടെ ചാനലിൽ ആ ചർച്ചയൊന്നും കണ്ടില്ല. അപ്പൊ ഞാൻ മോഡിയുടെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇത്രയും 15 വർഷം കൊണ്ടോ ഇത്രയും വർഷം കൊണ്ട് നേടിയ പുരോഗതി കുറച്ച് കാണിക്കല്ല, ഫൈൻ. പക്ഷെ നമ്മളുടെ ISROനെ കൂട്ടിയിട്ട് ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു പ്ലെയിൻ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ISROയിൽ ഇത്രയും സിൻസിയർ ആയിട്ടും ഡെഡിക്കേറ്റഡും ആയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുള്ള സ്ഥിതിക്ക് നമ്മുടെ ആഭ്യന്തര വ്യോമയാന രംഗത്തും നമ്മളൊരു അഭിമാനമായിട്ട് ഇതുപോലെ മാറണം. മറ്റുള്ള രാജ്യങ്ങൾക്ക് പ്ലെയിനൊക്കെ ഉണ്ടാക്കി നിൽക്കാൻ പറ്റണം. ഇപ്പൊ ബോയിങ്ങുകാർ പറയുന്ന അവരുടെ തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന്. അത് പൈലറ്റുമാരുടെ തലയിലിടാനുള്ള ഒരു തന്ത്രം നടക്കുന്നു എന്ന ആക്ഷേപം പൈലറ്റുകാർ ഉന്നയിക്കുന്നു. അതൊക്കെയല്ലേ നമുക്ക് നമ്മുടെ രാജ്യത്തിലെ ഒരു നാണക്കേടാവുകയാണ് പലരും. അപ്പൊ നമ്മളിപ്പോ അഭിമാനിക്കാം, നോ ഡൗട്ട്. കാരണം നമ്മൾ ആകാശത്തുമായിട്ട് പരീക്ഷണം നടത്തുന്നു. അതുപോലെ പാകിസ്ഥാനുമായിട്ട് ഞാൻ ജാമഗറുണ്ട് ഈ യുദ്ധം നടത്തുന്നത്. അവരുടെ സാറ്റലൈറ്റ് കാണിച്ചു കൊടുത്ത സ്ഥലത്ത് ബ്രഹ്മോസ് അണ്ടർഗ്രൗണ്ടിലൊക്കെ പോയിട്ട് അവന്മാരുടെ ചില പാകിസ്ഥാന്റെ എന്താ പറയുക ആണവ ഇതുകളൊക്കെ തകർത്ത് തരിപ്പണമായിട്ടുണ്ട്. പിന്നെ ആര് തെളിവ് ചോദിച്ചാലും അതിലൊന്നും കാര്യമില്ല. അതൊക്കെ സത്യം തന്നെയാണ്. ISRO നമുക്ക് അതിന് വേണ്ട ഇതൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ആഭ്യന്തര രംഗത്ത് നമ്മൾ കുറച്ചുകൂടി തല ഉയർത്തി നിൽക്കാവുന്ന രീതിയിലുണ്ട്. അന്ന് ഞാൻ അവിടെ സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നാണ് താങ്കളുടെ ISROനെ പോലെ ഇത്രയും ലക്ഷം കിലോമീറ്റർ പോകാമെങ്കിൽ ഇവിടുന്ന് അമേരിക്കക്ക് പോകണമൊക്കെ വലിയൊരു കാര്യമാണോ? അതിനുള്ള ഒരു ഫുൾ പ്രൂഫ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കണം. വളരെ വളരെ സുപ്രധാനമായ കാര്യമാണ്. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. പക്ഷേ അൺഡോക്കിംഗ് നടക്കാൻ പൂർത്തിയാകാൻ ഇനി അധികം സമയമില്ല. ഞാൻ പെട്ടെന്ന് മടങ്ങി വരും. ഷോർട്ട് ബ്രേക്ക്. പൊതുവേദി തുടരുന്നു. അപ്പോൾ എന്നോടൊപ്പം ഷിജു കിരിയത്ത് ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു ഷിജു. നമുക്ക് ഇപ്പോൾ ഏറ്റവും സങ്കീർണമായ ലോകം വളരെ കൗതുകത്തോടെ കാത്തു നിൽക്കുന്ന ആ നിമിഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അൺഡോക്കിംഗ് എന്ന പ്രക്രിയ ഇനി തുടങ്ങാൻ ഏതാണ്ട് 10 മിനിറ്റ് മാത്രം, 10 മിനിറ്റിൽ കുറവേ അവശേഷിക്കുന്നുള്ളൂ. അജയ് എന്നോടൊപ്പം സ്പേസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. അജയ്, ഇനി വെറും 10 മിനിറ്റ് അതിനുള്ളിൽ ശുഭാംശു ബഹിരാകാശ നിലയത്തിൽ നിന്ന്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്യും. തുടർന്ന് ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിക്കും. അത് പിന്നീട് ആ യാത്രയായിരിക്കാം നമുക്ക് ഏറ്റവും കൗതുകപരമായ ഒരു യാത്ര. അത് എങ്ങനെ ഇവിടെ മടങ്ങിയെത്തുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉറ്റുനോക്കും. ഏതായാലും 3:01 നാളെ ഉച്ചയ്ക്ക് 3:01 അവിടെ സ്പ്ലാഷ് ഡൗൺ ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാണെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇപ്പോൾ ഇതുവരെയെല്ലാം ശുഭം എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ശുഭാംശുവിൻ്റെ യാത്ര ശുഭകരമായി അവസാനിക്കുന്ന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. രാജ്യം വളരെ സാഗൂതം അത് നോക്കിക്കാണുകയാണ്. കൗതുകത്തോടെ ശാസ്ത്രലോകം അത് നിരീക്ഷിക്കുകയാണ്. അജയ്, ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ്? ഇനി അൺഡോക്കിങ്ങിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു?
നിലവിൽ ഈ മർദ്ദം ക്രമീകരിക്കുന്ന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയായതായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അൺഡോക്കിംഗ് പ്രക്രിയ, അത് ഭൂമിയിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ ഫലമായിട്ട് അൺഡോക്കിംഗ് പ്രക്രിയ ഇപ്പോൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾ, ഒരു 13 മിനിറ്റോളം എടുക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഈ 13 മിനിറ്റിന് ശേഷം ഇത് പൂർണ്ണമായിട്ടും ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഈ ഡ്രാഗൺ പേടകം വേർപെടും. ഈ ഒരു ഏതാണ്ട് ഒരു 15ഓളം ഒരു ഈ ഹാർഡ് ടൈറ്റായിട്ട് ഇതിനെ ബന്ധിപ്പിച്ചിട്ടുള്ള ഈ ഡോക്കിംഗ് സമയത്ത്, അത് ഒരു ഹാർഡ് ഡോക്കിംഗ് സമയത്ത് ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു 15ഓളം ഹുക്കുകളുണ്ട്. ഇവ എല്ലാം വേർപെട്ടതിന് ശേഷമാണ് ഇത് പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് ഒരു ഡിസ്കണക്റ്റായി അത് ഭൂമിയിലേക്കുള്ള യാത്ര തിരിക്കുക. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പേടകത്തിനകത്തിരിക്കുന്നവർക്ക് ഇതിൽ യാതൊന്നും ചെയ്യാനില്ല. ഗ്രൗണ്ടിൽ 4:35 കൂടി അൺഡോക്കിംഗ് പൂർണ്ണമാകുമെന്നാണ് വിചാരിക്കുന്നത്. കൗണ്ട് ഡൗൺ ഒരു 4:30 കൂടി തുടങ്ങും. 4:35 കൂടി അൺഡോക്കിംഗ് പൂർണ്ണമാകും. ഇപ്പോൾ അത് പെട്ടെന്ന് ഹാച്ചസ് ആർ ഓൾ ക്ലോസ്ഡ് എന്ന വിവരം പുറത്തു വരുന്നു. എല്ലാ വെതർ ചെക്കുകളും പൂർത്തിയായി. അപ്പോൾ അന്തരീക്ഷം ഏറ്റവും അനുയോജ്യം, അതിൽ യാതൊരു ആശങ്കയ്ക്കും ഇടമില്ല. ഓൾ വെതർ ചെക്സ് ഡൺ എന്ന വിവരം പുറത്തു വരുന്നു. അപ്പോൾ ഏറ്റവും സൗകര്യപ്രദമായ കാലാവസ്ഥ, മികച്ച സാഹചര്യം. ഇനി മടക്ക് യാത്ര വളരെ സുരക്ഷിതമായി മടങ്ങാനുള്ള യാത്രയാണ്. ആ യാത്ര പൂർത്തിയാക്കാനും അത് ശേഷം ശുഭാൻഷുവിനെ കാണാനുമൊക്കെ ആണ് രാജ്യം ആഗ്രഹിക്കുന്നത്. ഭൂമിയെ വലയം വെച്ച് പതുക്കെ അന്തരീക്ഷത്തിലേക്ക് കടന്ന് ആ യാത്രയിൽ ഉണ്ടാകുന്ന, അജയ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടാകാനിരിക്കുന്ന ഈ അന്തരീക്ഷ ഹർഷം എന്ന് പറയുന്ന 2200 ഡിഗ്രിയാണ്. അത് ഒരു മികച്ച താപകവചം കൊണ്ട് ഈ പേടകം അതിജീവിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കാം ഈ സമുദ്രപതനം എന്നത് വരുന്നത്. അപ്പോൾ സ്പ്ലാഷ് ഡൗൺ ശാന്ത സമുദ്രത്തിൽ വരുമ്പോൾ അത് ശാന്തമായി ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ്. പിന്നീട് ഒരാഴ്ചത്തെ വിശ്രമം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ ഘട്ടങ്ങളിലേക്ക് കൗണ്ട് ഡൗൺ തുടങ്ങാനൊക്കെയുള്ള തയ്യാറെടുപ്പുകളാകുന്നു. ഇനി 5 മിനിറ്റോ 6 മിനിറ്റോ മാത്രം ബഹിരാകാശ പേടകം അവിടെ നിന്ന് പുറപ്പെടാൻ, അല്ലേ അജയ്? അതെ, തീർച്ചയായിട്ടും. ഇനി വെറും 7 മിനിറ്റിനകത്ത് മാത്രമേ ഉള്ളൂ ഈ ഒരു ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഈ പേടകം വേർപെട്ട് ഭൂമിയിലേക്ക് വരാനുള്ള ആ ഒരു പ്രോസസ്സ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അതിൻ്റെ ഒരു അവസാന ഘട്ടങ്ങളിലേക്ക്, ഈ പറയുന്ന ഹാർഡ് ഡോക്കിംഗ് നടന്നിട്ടുള്ള ആ ഹുക്കുകൾ വേർപെടുത്തുന്ന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രോസസ്സ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ അത് പൂർണ്ണമായിട്ടും വേർപെട്ട് ഇത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഡിസ്കണക്റ്റായി ഇത് ഭൂമിയിലേക്ക് യാത്ര തിരിക്കും എന്നാണ് വിവരം. ഇപ്പോൾ അത് തീർച്ചയായിട്ടും അത് ഭൂമിയിലേക്ക് ഇപ്പോൾ വരുമ്പോൾ അത് എങ്ങനെയാണോ ഡോക്ക് ചെയ്യാനായിട്ട് പോയത് അതുപോലെ തന്നെയാണ് ഓരോ ഭ്രമണപഥം താഴ്ത്തി, ഘട്ടം ഘട്ടമായി ഓരോ ഭ്രമണപഥം താഴ്ത്തി കൊണ്ടുവന്ന് വേഗത കുറച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതിൻ്റെ എഞ്ചിനുകൾ ജ്വലിപ്പിച്ച് വേഗത കുറച്ച് വളരെ സുരക്ഷിതമായി പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇതിൻ്റെ വിക്ഷേപണ സമയത്ത് എല്ലാം ഉൾപ്പെടെ ഇതിൻ്റെ കാലാവസ്ഥ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിരവധി കാലാവസ്ഥാ പ്രശ്നങ്ങൾ കാരണം ഈ ദൗത്യം മാറ്റിവെച്ചിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വാതക ചോർച്ച, ഈ വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഫാൽക്കൺ എന്ന് പറയുന്ന റോക്കറ്റിൽ ഒരു തരം വാതക ചോർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം വിക്ഷേപണം മാറ്റിവെച്ചിരുന്നു. അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള മർദ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവയെല്ലാം കാരണം പലതവണ, ഏതാണ്ട് 6ഓളം തവണ മാറ്റിവെച്ച ദൗത്യമാണ് അതിനുശേഷം പിന്നെ ജൂൺ 25-ാം തീയതിയോടെ ഈ വിക്ഷേപിച്ചത്. മെയ് 25-നാണ് ഇവർ ക്വാറന്റൈനിൽ പ്രവേശിക്കുന്നത് ഈ ദൗത്യത്തിന് വേണ്ടി. ശേഷം 1 മാസത്തെ കാത്തിരിപ്പ്, നിരവധി തവണ മാറ്റിവെച്ച് 1 മാസത്തിന് ശേഷമാണ് ഈ ദൗത്യം വിക്ഷേപിക്കുന്നത്. എന്നാൽ ആദ്യത്തെ ഈ വിക്ഷേപണ സമയത്തുണ്ടായതുപോലെയുള്ള പ്രതിസന്ധികളൊന്നും ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പസഫിക് സമുദ്രത്തിലെ കാലാവസ്ഥ അത് ശുഭകരമാണെന്ന് അറിയുന്നു. അതുപോലെ തന്നെ നിലവിലുള്ള ഘട്ടങ്ങളെല്ലാം വളരെ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പരീക്ഷണങ്ങളും 100% വിജയമാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം. അതിൻ്റെ ഡേറ്റ 580 പൗണ്ട് ഭാരമുള്ള ഡേറ്റയുമായി അവർ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഇപ്പോൾ അൺഡോക്കിംഗ് സമയത്തുള്ള നിലവിൽ ഈ നിമിഷം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും അത് ശുഭകരം തന്നെയാണ്. ഇനി ഏതാനും സങ്കീർണമായിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് ഇനിയുള്ളത്. എന്നാൽ നമുക്കറിയാം ഡ്രാഗൺ പേടകം, സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ പേടകം എന്ന് പറയുന്നത് മുൻപ് സുനിത വില്യംസിനെ ഉൾപ്പെടെ ഭൂമിയിലേക്ക് സുരക്ഷിതമായി എത്തിച്ച ഒരു ചരിത്രമുണ്ട്. അപ്പോൾ നമ്മൾക്ക് കണ്ട് ഒരു പരിചിതമായിട്ടുള്ള ഒരു പേടകം തന്നെയാണ്. ഒരു പേടകത്തിന് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയുമുണ്ട് പറയാനായിട്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേടകത്തിൽ തിരിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഈ ദൗത്യസംഘം, ഈ ആക്സിയം 4 ദൗത്യസംഘവും 100% സുരക്ഷിതരാണ് എന്നുള്ള ഒരു ഗ്യാരണ്ടി തന്നെയാണ് സ്പേസ് എക്സിൻ്റെ ഭാഗത്തു നിന്നും നൽകാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നാളെ ഒരു സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ശാസ്ത്രലോകമാണെങ്കിലും ഇപ്പോൾ കണ്ണോർത്തിരിക്കുന്നത്. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് അതിൻ്റെ ഒരു അൺഡോക്കിംഗ് പ്രക്രിയ അത് പൂർണ്ണമാകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമാകുന്നുണ്ട്, അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതെ, ഇനി മിനിറ്റുകൾ എന്ന് പറയാനാകില്ല, ഇനി സെക്കൻഡുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ശുഭാംശു ശുക്ല മടങ്ങുന്നു. നാസയുടെ കെനഡി സ്പേസ് സെൻറ്ററിൽ നിന്ന്, ഫ്ലോറിഡയിൽ നിന്ന് ജൂൺ 25 തുടങ്ങിയ യാത്ര 28 മണിക്കൂർ പിന്നിട്ട് ബഹിരാകാശ നിലയത്തിലെത്തി. അവിടെ വിജയകരമായ ദൗത്യം പൂർത്തിയാക്കി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് മടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അവിടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ആവശ്യമായ ഡാറ്റയും മറ്റും കരുതിയിരിക്കുന്നു. വലിയ ഒരു കാർഗോ ആണ് അവർ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. അത് വരാനിരിക്കുന്ന ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാകും എന്ന പ്രതീക്ഷയാണുള്ളത്. ഒപ്പം നേരത്തെ തന്നെ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പെഗി വിൻസ്റ്റൻ്റെ നേതൃത്വത്തിൽ വളരെ വിശദമായ ഡ്രാഗൺ എയർക്രാഫ്റ്റിൻ്റെ പരിശോധന നടന്നു. അതിനുശേഷം ആണ് ഇതെല്ലാം ഓട്ടോമേറ്റഡായ ഒരു സംവിധാനമാണ് ഈ അൺഡോക്കിംഗ് സിസ്റ്റം പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പ്രധാനമായും സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള ഭൂമിയിൽ നിന്നുള്ള നിയന്ത്രണങ്ങൾക്കാണ് പ്രധാന ഘടകം. അതോടൊപ്പം തന്നെ ക്രൂ ഏതായാലും കഴിഞ്ഞിരിക്കുന്നു. ഹാച്ചുകൾ ക്ലോസ് ചെയ്തിരിക്കുന്നു. എയർ സ്പേസ് ക്രാഫ്റ്റിൻ്റെ പ്രഷറിംഗ് പൂർത്തിയായിരിക്കുന്നു. കീ സിസ്റ്റങ്ങളുടെ ചെക്കുകൾ പൂർത്തിയായിരിക്കുന്നു. ലൈഫ് സപ്പോർട്ട്, പ്രൊപ്പൽഷൻ, എല്ലാ കാര്യങ്ങളും, ലൈഫ് സപ്പോർട്ട് സംവിധാനങ്ങളുടെ കാര്യങ്ങൾ പരിശോധന പൂർത്തിയായിരിക്കുന്നു. പ്രൊപ്പൽഷൻ്റെ അതുപോലെ കമ്മ്യൂണിക്കേഷൻ്റെ എല്ലാം കൺഫർമേഷനുകൾ പൂർത്തിയായിരിക്കുന്നു. എല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന വിവരമാണ്. അപ്പോൾ ഇത് പോകാനായി ഇവിടുന്ന് ഒരു വിക്ഷേപണം അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ പല തടസ്സങ്ങളുണ്ടായെങ്കിലും തിരിച്ചു വരുമ്പോൾ കുറേ കൂടി സുഗമമാണ് എന്ന ഒരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നു. സന്തോഷത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നു. എയർ ലീക്കുകളില്ല എന്ന് ഉറപ്പുവരുത്തിയിരിക്കുന്നു. അപ്പോൾ ഡോക്കിംഗ് പോയിന്റിൽ നിന്ന് ഇനി അൺഡോക്ക് ചെയ്യണം. അത് ടൈറ്റ് സീൽ എന്ന തരത്തിൽ അവിടെ ഹാച്ചുകൾ റിമൂവ് ചെയ്ത് ടൈറ്റ് സീൽ എൻഷുവർ ചെയ്ത് യാതൊരു തരത്തിലുള്ള ചോർച്ചയും ഇല്ലാത്ത തരത്തിൽ, എയർ ലീക്കുകൾ ഇല്ലാത്ത തരത്തിലേക്ക് ടൈറ്റ് സീൽ ചെയ്ത് ആണ് പേടകം അവിടെ നിന്ന് വിച്ഛേദിക്കേണ്ടത്. ഒപ്പം ഈ മൈക്രോ ഗ്രാവിറ്റിയിൽ അവിടെ നിന്ന് കൊണ്ടുവരുന്ന പേഴ്സണൽ ബിലോങ്ങിങ്സ് എന്ന് പറയുന്ന അവരുടെ സ്വകാര്യമായ കാര്യങ്ങൾ, അതുപോലെ ഗവേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഡാറ്റകൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വലിയ ഒരു അവരുടേതായ ഒരു ബാഗേജ് അവർക്കുണ്ട്. അത് വളരെ ഈ മൈക്രോഗ്രാവിറ്റിയിൽ സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തണം. 60 ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തിയതിൻ്റെ വിവരങ്ങൾ അവർക്കൊപ്പമുണ്ട്. ആ റിസർച്ച് മെറ്റീരിയൽ ഈ ട്രിപ്പിൽ അവർ സുരക്ഷിതരായി ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ ഹാച്ചുകൾ ഷട്ട് ചെയ്തിരിക്കുന്നു, സീൽ ചെയ്തിരിക്കുന്നു. ക്യാബിൻ എൻവയോൺമെൻറ്റിന് അവിടെ നിന്ന് തിരിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ശരിയായിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇനി അധിക സമയമില്ല. പ്രതീക്ഷിച്ച സമയത്തിൽ നിന്ന് ഒരുപക്ഷെ ഒരു 10 മിനിറ്റ് അങ്ങോട്ടേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന ഒടുവിലത്തെ വിവരം പുറത്തു വരുന്നു. അജയ്, എന്താണ് 4:35 ഇന്ത്യൻ സമയത്തിൽ ഇത് അവിടെ നിന്ന് അൺഡോക്കിംഗ് നടക്കണം എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. ഒരു 10 മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് അതിനെ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും ഇല്ലെന്നാണ് നമുക്ക് അറിവ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ സമയം 4:35 എന്ന് പറയുന്ന ഒരു അൺഡോക്കിംഗ് സമയം, അതൊരു 10 മിനിറ്റ് കൂടി നീണ്ട് 4:45 എന്ന് പറയുന്ന ഒരു സമയത്തിലേക്കാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ കാര്യങ്ങൾ ബാക്കി എല്ലാ പ്രോസസ്സും ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. അൺഡോക്കിംഗ് പ്രക്രിയ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഹാർഡ് ഡോക്ക് ചെയ്ത ആ ഒരു ഹുക്കുകൾ വേർപെടാൻ എടുക്കുന്ന ആ ഒരു സമയക്കൂടുതലാണ് നിലവിലുള്ള ഒരു ഡിലേക്ക് കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത് പൂർണ്ണമായി ഒരു 100% സുരക്ഷിതമായിട്ടായിരിക്കും ഈ ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു നിർദ്ദേശങ്ങൾ അത് പേടകത്തിലേക്ക് ലഭിക്കുക. അതിൻ്റെ തക്കവണ്ണമായിരിക്കും ഈ ഒരു അൺഡോക്കിംഗ് അത് പൂർത്തിയാക്കാനും ഇവർ ശ്രമിക്കുന്നത്. ഇപ്പോൾ എന്തായാലും നിലവിൽ ഈ ഒരു പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4:45 ഇത് പൂർത്തിയാകും എന്നാണ് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അന്തിമ പരിശോധനകൾ പൂർത്തിയാക്കി അവർക്കൊരു തീരുമാനമെടുക്കാം. നോ ഗോ എന്ന ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് മിഷൻ കൺട്രോളിൻ്റെ ടോട്ടൽ ടീമാണ്. പക്ഷേ എല്ലാവരും ഗോ എന്ന തരത്തിൽ തന്നെയാണ് ഇത് പറയുന്നത്. ഇത് 10 മിനിറ്റ് വൈകിയാലും
വളരെ സുരക്ഷിതരായി വളരെ ശാന്തരായി അവർക്ക് മടങ്ങിയെത്താൻ കഴിയും എന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 22.5 മണിക്കൂർ ഇനിയുണ്ട് അവിടെ നിന്ന് ഈ ഫൈനൽ സ്പ്ലാഷ് ഡൗണിലേക്ക് ശാന്ത സമുദ്രത്തിൽ വളരെ ശാന്തമായി ഈ പേടകത്തിന് അതിൻ്റെ യാത്ര അവസാനിപ്പിക്കാൻ ഇനി 22.5 മണിക്കൂർ അവശേഷിക്കുന്നു. ബാക്കിയെല്ലാം തയ്യാർ എന്നാണ് പറയുന്നത്. പവർ, ഡാറ്റ കേബിൾ, അതെല്ലാം, അതായത് ഉംബ്ലിസിയൽസ് ആണ് അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്യേണ്ടത്. 12 ലാച്ചുകൾ റിലീസ് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ സോഫ്റ്റ് ക്യാപ്ചർ സ്റ്റേറ്റിലേക്ക് ഇത് വരണം. പിന്നീട് 12 ഡ്രാക്കോ ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് ഡ്രാഗനെ ബേൺ സീറോ സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം. അതൊരു ഷോർട്ട് ഫയറിംഗ് ആണ്. ISS പേടകത്തിൽ, ISS അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് അവിടെ നിന്ന് സ്റ്റിക്കിംഗ് പോയിൻ്റ് ഒഴിവാക്കിക്കൊണ്ട് അൺഡോക്കിംഗ് വളരെ എളുപ്പമാകുക എന്ന ഡോക്കിംഗ് പോയിന്റിലേക്കുള്ള എന്തെങ്കിലും തരത്തിൽ അവിടെ ഒട്ടിച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുകയോ ചെയ്യുന്ന സംവിധാനങ്ങളെ ഒഴിവാക്കി അവിടെ അൺഡോക്ക് ചെയ്യുക എന്ന ഒരു പ്രക്രിയയാണ് ഇനി നടക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഡിപ്പാർച്ചർ ബേൺ 1 എന്ന ഒരു സംവിധാനത്തിലേക്ക് അടുത്ത് നീങ്ങും. അത് വേഗത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പേടകത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര ബഹിരാകാശ ശകലത്തിൽ നിന്ന് അത് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ അകലാനുള്ള പ്രക്രിയയായി അത് പരിണമിക്കുകയും ചെയ്യും എന്നതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ വികാരനിർഭരമായ ശുഭാംശുവിൻ്റെ ഫെയർവെൽ അഡ്രസ്സ് രാജ്യം കേട്ടു. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം 41 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ കീർത്തിമുദ്ര ബഹിരാകാശത്ത് പതിയുന്നു. എന്നോടൊപ്പം അജയ് ചേരുന്നുണ്ട്. അജയ്, ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? 10 മിനിറ്റ് കൊണ്ട് ഗോ ഓർ നോ ഗോ എന്നാണോ, 10 മിനിറ്റ് കൊണ്ട് ഗോ എന്നാണോ? അതെ, വീണ്ടും ഇപ്പോൾ ഗോ എന്ന് പറയുന്ന ഒരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വീണ്ടും ഗോ എന്ന് തന്നെയാണ് ഒരു നിർദ്ദേശം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ആ അൺഡോക്കിംഗ് പ്രക്രിയ അതിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി 4 മിനിറ്റിനകം അതിൻ്റെ ഏതാണ്ട് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് കടക്കും. 10 മിനിറ്റിനുള്ളിൽ തന്നെ പൂർണ്ണമായി വേർപെട്ട് അത് ഭൂമിയിലേക്ക് വരും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള വിവരം. നിലവിൽ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 4 മിനിറ്റുകൾക്ക് ശേഷം അതിൻ്റെ നിർണായകമായിട്ടുള്ള ആദ്യഘട്ടം പൂർത്തിയാക്കും. അതിനുശേഷം രണ്ടാം ഘട്ടത്തിൽ അത് പൂർണ്ണമായിട്ടും വേർപെട്ട് അത് ഭൂമിയിലേക്ക് വരുന്ന ഒരു ദൗത്യത്തിലേക്കായിരിക്കും കടക്കുക. നിലവിൽ സാഹചര്യങ്ങളെല്ലാം സ്റ്റേബിളാണ് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെയുള്ള കമൻട്രി നമുക്ക് തത്സമയം കേൾക്കുമ്പോഴും വളരെയധികം ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഗ്രൗണ്ട് സ്റ്റാഫും അതുപോലെ തന്നെ ബഹിരാകാശ പേടകത്തിൽ നിന്ന് സഞ്ചാരികൾ, ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള സഞ്ചാരികളും ഗ്രൗണ്ട് സ്റ്റാഫിന് നിർദ്ദേശങ്ങൾ നൽകുന്നതും ഏതാണ്ട് അപ്രകാരം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ കേവലം ഒരു 10 മിനിറ്റ് ഡിലേ മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ സമയം 3:35 എന്ന് പറയുന്ന 4:45 എന്ന് പറയുന്ന 4:45. എന്നാൽ ഇനി അധികം താമസിയാതെ തന്നെ ഈ ഒരു മിഷൻ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. So with that go, we are now just awaiting the undocking sequence to actually begin. Again, that undock command is scheduled to be sent in just about 2 minutes from now at 6:10 a.m. Central, 7:10 a.m. Eastern. And once that command is sent, it'll take about 5 minutes for Dragon to separate from the International Space Station, with physical separation planned for 6:15 a.m. Central, 7:15 a.m. Eastern. Dragon's initial departure from station is a little different from other docked vehicles like the Soyuz that rely on springs to push them away from the docking port. Dragon will actually execute 2 short thruster firings called undock burns to physically separate using a combination of the 12 Draco engines around the base of the spacecraft, with the first breaking any stiction between Dragon and the docking port and the second slowly backing the spacecraft away from the station's Harmony module. Following physical separation, we will have depart burn 0, which is the first of 4 departure burns to begin moving Dragon further away from station. Depart burn 0 will be followed by the second departure burn about 5 minutes later and help move the spacecraft beyond the keep-out sphere. The keep-out sphere is an invisible 200-meter line centered on the space station, and it is one of several safety zones set up to govern spacecraft arriving and departing the space station. Before moving into the keep-out sphere, spacecraft have to be configured where they would not cross the imaginary boundary for at least 4 orbits, even if the spacecraft lost all maneuvering. About 13 minutes after exiting the keep-out sphere, the Dragon will then exit the approach ellipsoid, which is another imaginary shape, this time a 3-dimensional ellipsoid measuring 4 kilometers by 2 kilometers by 2 kilometers in the same family as the keep-out sphere.
One of the key differences with the approach ellipsoid is that vehicles outside of it have to be on what we call a 24-hour safe free drift trajectory, which means the spacecraft would not cross into the approach ellipsoid for at least 24 hours, again, even if it lost all maneuvering. Again, we are now standing by for that undocking sequence to begin in just a few moments at 6:10 a.m. Central, 7:10 a.m. Eastern. യെസ് അജയ്, അതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അൺഡോക്ക് കമാൻഡ് നുള്ള പ്രൊസീജിയേഴ്സ് ആരംഭിച്ചിരിക്കുന്നു. വൈകാതെ അൺഡോക്ക് കമാൻഡ് ലഭിക്കും എന്നാണ് മനസ്സിലാകുന്നത്. അംബ്ലിക്കൽ കോഡുകൾ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ലഭിച്ചു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അപ്പോൾ സെപ്പറേഷനിലേക്ക്, അതായത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നുള്ള സെപ്പറേഷനിലേക്ക് ഈ ഡ്രാഗൺ അൺഡോക്കിങ്ങിലേക്ക് കടക്കുന്നു എന്നാണ്. അപ്പോൾ സിഗ്നൽ ഫ്രം ഗ്രൗണ്ട് എന്ന് കിട്ടി. നേരത്തെ ഒരു 10 മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും അൺഡോക്കിംഗ് കമാൻഡ് 4:40 കൂടി തന്നെ നൽകും എന്ന് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഡ്രാഗൺ ഗ്രേസ് സ്പേസ് ക്രാഫ്റ്റ് അൺഡോക്ക് ചെയ്യാനുള്ള സമയം 4:45 അതിലേക്ക് കടക്കുന്നു. ടീം ഗോ എന്ന് നാസയിൽ നിന്ന് അന്തിമ കമാൻഡ് ലഭിക്കാൻ ഉള്ള സാഹചര്യമാണ്. അപ്പോൾ എല്ലാവിധ സാഹചര്യങ്ങളും അനുകൂലം. വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലേക്കാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. വൈകാതെ അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും ശുഭാൻഷു ശുക്ലയടക്കമുള്ള ബഹിരാകാശ സഞ്ചാരികളുമായി ഡ്രാഗൺ പേടകം അവിടെ നിന്ന് അൺഡോക്ക് ചെയ്ത് കടക്കും. അത് അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിന് ചുറ്റുമുള്ള ഒരു ഇമാജിനറി ലൈനുണ്ട്. അത് കടക്കുന്നത് വരെ കുറെ കൂടി സങ്കീർണമാണ്. അതിനപ്പുറത്തേക്ക് പിന്നീട് പറന്നിറങ്ങി ഭൂമിയെ വലയം വെച്ച് ഒടുവിൽ സ്പ്ലാഷ് ഡൗൺ. അജയ്, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഗോ എന്ന കമാൻഡ് കിട്ടിയിരിക്കും. വെയിറ്റിംഗ് ഫോർ ഗോ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? കൗണ്ട് ഡൗൺ എങ്ങനെ പുരോഗമിക്കുന്നു? മനു, ഇനി കേവലം 3 മിനിറ്റിനകം തന്നെ ഈ ഒരു വേർപെടൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് നമ്മുടെ ഡ്രാഗൺ പേടകം അത് വേർപെട്ട് ഭൂമിയിലേക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പേടകത്തിന് ചുറ്റും ആദ്യം ഈ പേടകത്തിൽ നിന്ന് വേർപെടുന്ന ആ ഒരു പ്രക്രിയ, അത് ഈ ഡോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഹുക്കുകൾ അത് പൂർണ്ണമായി വേർപെട്ടതിന് ശേഷം എഞ്ചിനുകൾ ജ്വലിപ്പിച്ച് ഈ അന്താരാഷ്ട്ര ബഹിരാകാശത്തിൽ നിന്ന് അകലേക്ക് ആദ്യം പോകേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഇത് ഭൂമിയെ ചുറ്റിക്കറങ്ങുന്ന ഒരു പ്രോസസ്സിലേക്ക് കടക്കുന്നത്. ഇത് രണ്ടും ഏതാണ്ട് ഒരേ വേഗതയിലാക്കിയിട്ടാണ് നമ്മൾ വിക്ഷേപണ സമയത്ത് കണ്ടിരുന്നു. രണ്ടും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ അതേ വേഗത കൈവരിച്ചുകൊണ്ടാണ് ഈ ഡ്രാഗൺ പേടകം ഇതുമായി ഡോക്ക് ചെയ്തത്. അപ്പോൾ ഈ വേഗത അതിൻ്റെ ഒരു വ്യത്യാസം വരാതെ തന്നെ എഞ്ചിനുകൾ ചലിപ്പിച്ച് അതേ വേഗതയിൽ ആദ്യം ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനൊപ്പം സഞ്ചരിച്ച് വേഗത പതിയെ കുറച്ച് ഈ ഭ്രമണപഥം പതിയെ മാറ്റി ആണ് ഇത് വരേണ്ടത്. വളരെയധികം ഒരു ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ദൗത്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെയും ഒരു ഘട്ടങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഭൂമിയെ ചുറ്റി വളരെയധികം ഒരു ദശലക്ഷക്കണക്കിന് km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ബഹിരാകാശ നിലയത്തിൽ നിന്ന് അതേ വേഗതയിൽ തന്നെ തുടങ്ങി എഞ്ചിനുകൾ ജ്വലിപ്പിച്ച് വേഗത കുറച്ച് വേണം ഇതിന് അതിൽ നിന്ന് ദൂരേക്ക് വരാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സമയം അത് ആദ്യം ആ ഒരു ഘട്ടമാണ്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക്, ഇനി 1 മിനിറ്റിനകം തന്നെ ഈ വിക്ഷേപണം നടക്കും എന്ന്, ഇപ്പോൾ ഈ അൺഡോക്കിംഗ് പൂർണ്ണമാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം. മനു, യെസ്, അൺഡോക്കിങ്ങിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അൺഡോക്കിംഗ് കഴിയുന്നതോടുകൂടി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ഡ്രാഗൺ പേടകം മുക്തമാകും. പിന്നീട് ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്യും. വളരെ കൗതുകത്തോടുകൂടി ലോകം അത് നോക്കുന്നു. അംബ്ലിക്കൽ കോഡുകൾ എന്ന് പറയുന്ന ഡാറ്റ പവർ കേബിളുകളെല്ലാം റിട്രാക്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുന്നു. ഇനി ബഹിരാകാശ പേടകം വേർപെടാൻ ഇനി സെക്കൻഡുകൾ മാത്രം. ഭൂമിയിലേക്കുള്ള ആ ചരിത്രയാത്ര ആരംഭിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങൾ ആണ് നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. എല്ലാം ഓക്കെ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. We are standing by for physical separation here in just under a minute at 6:15 a.m. Central, 7:15 a.m. Eastern, once the final set of 6 hooks has fully retracted.
അക്സിയം 4 ഭൂമിയിലേക്ക് തിരിക്കുന്നു. അൺഡോക്കിംഗ് ഉടൻ ഏറ്റവും അവസാന നിമിഷം 1 മിനിറ്റിനുള്ളിൽ അൺഡോക്കിംഗ് പൂർണ്ണമായി നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ളവരെ വഹിച്ചുകൊണ്ടുള്ള പേടകം ഭൂമിയിലേക്ക് തിരിക്കാൻ ഇനി സെക്കൻഡുകൾ മാത്രം. And that first departure burn has completed. Performance nominal. യെസ് അൺഡോക്കിംഗ് പൂർണ്ണമായിരിക്കുന്നു. ആക്സിയം 4 ഭൂമിയിലേക്ക് തിരിക്കുന്നു. ആദ്യം അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിന് ചുറ്റുമുള്ള ഒരു ഇമാജിനറി ലൈൻ കടക്കുക, അതാണ് ആദ്യത്തെ പ്രവൃത്തി. അതിനുശേഷം പിന്നീട് ഭൂമിയിലേക്കുള്ള യാത്ര വരുന്നു. ഭൂമിക്ക് ചുറ്റും വലയം വെച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ സ്പ്ലാഷ് ഡൗൺ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാം ഇതുവരെ ശുഭം എന്ന് പ്രതീക്ഷിക്കാനാണ് നമുക്ക് കഴിയുന്നത്. എല്ലാം കൃത്യമായി നടന്നിരിക്കുന്നു. അണുവിടെ വ്യത്യാസമില്ലാതെ പ്രതീക്ഷിച്ച തരത്തിലേക്ക് സാങ്കേതിക രംഗത്തെ മികവ് അവിടെ പ്രകടമായിരിക്കുന്നു. അജയ്, ഏറ്റവും ഒടുവിൽ ഇതാ ഇന്ത്യ പ്രതീക്ഷിച്ചതുപോലെ, ലോകം പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യയുടെ എല്ലാ അഭിമാന നിമിഷങ്ങളും കൈകളിലാക്കി ശുഭാംശു തന്റെ രണ്ടാമത്തെ തിരിച്ചുവരവ് അല്ലെങ്കിൽ ശുഭ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അല്ലേ? അതേ മനു, നമ്മളെല്ലാവരും കാത്തിരുന്ന നിമിഷം ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ 15 ഹുക്കുകൾ അത് പൂർണ്ണമായിട്ടും വേർപെടുത്തിയ ശേഷം അൺഡോക്കിംഗ് നടന്നു എന്ന് നാസ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളാണ് നമുക്ക് ഏറ്റവും പുതുതായി പങ്കുവയ്ക്കാനുള്ളത്. അൺഡോക്കിംഗ് പ്രക്രിയ പൂർണ്ണമായി. ഇനി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇമാജിനറി ലൈൻ ഫോളോ ചെയ്ത് അതിൻ്റെ വേഗത ഘട്ടം ഘട്ടമായി കുറച്ച് ഭ്രമണപഥ മാറ്റുന്ന ഒരു ഘട്ടമാണ് അടുത്തതായി നടക്കുന്നത്. ഇപ്പോൾ നിലവിൽ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഏതാണ്ട് 1/4 മണിക്കൂറോളം തന്നെ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് തത്സമയം തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് ഉൾപ്പെടെ ലഭ്യമാകും. അതിനുശേഷം ഒരു നീണ്ട യാത്രയാണ്, ഏതാണ്ട് ഒരു 22 മണിക്കൂറും 30 മിനിറ്റും ഉള്ള ഒരു നീണ്ട യാത്രയാണ് ഭൂമിയിലേക്കുള്ളത്. ഭൂമിയിലേക്ക് ഇപ്പോൾ കടക്കുമ്പോഴുള്ള പ്രക്രിയയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള, അതും ഇപ്പോൾ ഡ്രാഗൺ പേടകം പോലെ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ചരിത്രമുള്ള ഒരു പേടകത്തിലൂടെയാണ് അത് ഭൂമിയിലേക്ക് വരുന്നത്. വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്രകൾ ഇതിനു മുൻപ് നൽകിയിട്ടുള്ള സുരക്ഷിത യാത്രയുടെ ഒരു ചരിത്രമുള്ള ഡ്രാഗൺ പേടകം വഴിയാണ് അവർ വരുന്നത്. അത് തീർച്ചയായിട്ടും ആശ്വാസം തന്നെയാണ്. 580 പൗണ്ട് നിർണായകമായിട്ടുള്ള ശാസ്ത്ര ദൗത്യങ്ങൾ, അതിൻ്റെ നിരീക്ഷണങ്ങൾ, പരീക്ഷണങ്ങൾ, വിവരങ്ങൾ, വിശദാംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള രേഖകളുമായിട്ടാണ് ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള ഈ സംഘം വരുന്നത്. തീർച്ചയായിട്ടും ഒരു അഭിമാനിക്കാം, നമുക്ക് നോക്കിയിരിക്കാം, നമുക്ക് ഉറ്റുനോക്കാം ശുഭാംശു ശുക്ലയിലേക്ക്. നാളെ വൈകുന്നേരം 3 മണി സമയത്ത് ഇത് എത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ വിക്ഷേപണ സമയത്തെല്ലാം നമ്മൾ കണ്ടതാണ്, വിക്ഷേപണം നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെയധികം നേരത്തെ തന്നെ, ഏതാണ്ട് 1/4 മണിക്കൂറോളം നേരത്തെ തന്നെ ഡോക്കിംഗ് പ്രക്രിയ പൂർണ്ണമായി നടന്നിരുന്നു. ഇപ്പോൾ അൺഡോക്കിംഗ് കഴിഞ്ഞ് അത് ഭൂമിയിലേക്കുള്ള യാത്ര ചിലപ്പോൾ നേരത്തെ ആകാനുള്ള സാധ്യത ഉൾപ്പെടെയുണ്ട്. എന്നാൽ ഇപ്പോൾ നിലവിൽ 3 മണി സമയമാണ് പറഞ്ഞിട്ടുള്ളത്. നാളത്തെ 3 മണി ആ ഒരു സമയം അത് നമുക്ക് നോക്കിയിരിക്കാം. തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള ഘട്ടം, അതിന്റെ അപ്ഡേറ്റ്സ് ഉൾപ്പെടെ നാസ ഔദ്യോഗികമായി തന്നെ പങ്കുവയ്ക്കും. ഇത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക്, ഒരു അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ വേഗത അത് ക്രമാതീതമായി വർദ്ധിക്കും. അപ്പോൾ പസഫിക് സമുദ്രത്തിൽ അത് സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യാനായി അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇപ്പോൾ ത്രസ്റ്ററുകൾ ജ്വലിപ്പിച്ചുകൊണ്ട് അതിൻ്റെ വേഗത കുറച്ചുകൊണ്ട് വരേണ്ടതുണ്ട്. അപ്പോൾ ഈ പ്രക്രിയ ഉൾപ്പെടെ ഇത് ഇനി വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നടത്തണം. അതിനുശേഷം ഇപ്പോൾ ഡോക്ക് ചെയ്തതിന് ശേഷം സ്പേസ് എക്സിൻ്റെ കപ്പലിൽ ഇവരെ ഭൂമിയിലേക്ക്, അത് കരയിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ സുനിത വില്യംസിൻ്റെ ദൗത്യം ഉൾപ്പെടെ നമ്മൾ ഇപ്പോൾ തത്സമയം കണ്ടതാണ്. ആ ഒരു ഘട്ടങ്ങളെല്ലാം ആ കപ്പലിലേക്ക് അവരെ കൊണ്ടുവരുന്ന ആ ഒരു രീതി, ആ ബെഡിൽ അവരെ കിടത്തിക്കൊണ്ട് കപ്പലിലേക്ക് വലിച്ചു കയറ്റുന്ന ആ ഒരു കാഴ്ചകളൊക്കെ സുനിത വില്യംസിന്റെ ദൗത്യത്തിന് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ ഇവരെ ഇപ്പോൾ സ്ട്രക്ചറിൽ ഇപ്പോൾ തിരിച്ച് ഒരു പ്രത്യേക നിരീക്ഷണ കേന്ദ്രത്തിലേക്ക്, ക്വാറന്റൈനിലേക്ക് മാറ്റും. പിന്നീട് 7 ദിവസം നീണ്ടു നിൽക്കുന്ന നിരീക്ഷണങ്ങളാണ്. അതിനുശേഷം അദ്ദേഹം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നിമിഷം, നമ്മുടെ ഭാരതത്തിലേക്ക് അദ്ദേഹം എത്തുന്ന ആ ഒരു ചരിത്ര മുഹൂർത്തം. അതിനുശേഷം ISROയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ശേഖരിച്ച സാമ്പിളുകൾ, വിത്തുകൾ, അതുപോലെ തന്നെ മസിൽ സെൽസ്,
പിന്നെ spacecraft lost all ബോൺ സെൽസ് maneuvering. ഇവയുടെ എല്ലാം പരീക്ഷണങ്ങളെല്ലാം ഭൂമിയിൽ തുടർ പരീക്ഷണങ്ങൾ നടത്തും. അതുപോലെ തന്നെ ഇപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഡിജിറ്റൽ ഡാറ്റകൾ അവയുടെ എല്ലാം അവലോകനം അതെല്ലാം ഉൾപ്പെടെ നടത്തും. now അത് about 10 seconds ഭാവിയിൽ away ഇനി from അടുത്ത that second വർഷത്തെ departure burn. ഗഗൻയാൻ ദൗത്യം, ഇനി വർഷങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന ബഹിരാകാശ Dragon is നിലയത്തിന്റെ currently about നിർമ്മാണം, 80 meters ഇവയിലെല്ലാം away from the ഇന്ത്യയെ International Space Station സഹായിക്കത്തക്ക as it വണ്ണമുള്ള continues its വിവരങ്ങളാണ്. departure. തീർച്ചയായിട്ടും അഭിമാനം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം ഇന്നലെ പറഞ്ഞ ഒരു വാചകം തന്നെ നിർണായകം തന്നെയാണ്. അത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്ത് പറയാനുള്ളത്. ശുഭാംശു ശുക്ലയുടെ ദൗത്യം ഇവിടെ അവസാനിക്കുന്നുവെങ്കിലും ഭാരതത്തിൻ്റെ ദൗത്യം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അത് തീർച്ചയായിട്ടും സങ്കീർണമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ്. വളരെ ഒരു നിർണായകമായ ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞ ദൗത്യം തന്നെയാണ്. എന്നാൽ അദ്ദേഹം അവസാനം ഇന്നലെ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ നമ്മൾ പരിശ്രമിച്ചാൽ നക്ഷത്രങ്ങൾ വരെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും. അത് ഇന്ത്യ സാരേ ജഹാംസെ അച്ഛയായി എല്ലാ കാലഘട്ടവും നിലനിൽക്കും. മനു. Dragon SpaceX on the Big Loop, depart burn 1 complete and nominal. You are go to DOF suits per procedure 4.012. Nominal departure in 4012 for Dragon. And we just had confirmation there that that second departure burn, known as Depart Burn 1, has completed, and it was executed as expected. The crew is now going to start doffing or removing their spacesuits and getting settled in for their 22.5-hour journey back to Earth, again with that splashdown targeted for tomorrow morning, July 15th, off the coast of California. And as a reminder, just like during its approach to the International Space Station, Dragon's departure in deorbit is designed to be fully autonomous, requiring no action from the crew on board. However, unlike Dragon's arrival, there are no hold points during the departure sequence. Therefore, it takes a lot less time to leave the vicinity of the space station than to arrive. So we just had confirmation of that second departure burn being completed, and that is the second in a series of 4. However, it's the only one that was left within the vicinity of the space station. The next departure burn will take place about 45 minutes from now, after Dragon is well on its way back to Earth and outside of the approach ellipsoid. Yes, undocking നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ശുഭാംശു ശുക്ലയുമായുള്ള സംഘം Dragon is now about 195 meters away from the International Space Station. Yes, അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് അകന്ന് നീങ്ങുകയാണ് ഈ പേടകം എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പുറത്തുവരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ് കടന്നു നീങ്ങിയത്. Again, the Keep Out Sphere is an invisible 200-meter line centered on the space station. It's one of several safety zones set up to govern spacecraft arriving and departing from the International Space Station. While spacecraft are inside the Keep Out Sphere, they have to be configured where they would not cross into the imaginary boundary for at least 4 orbits, even if the spacecraft lost all maneuvering. The next major milestone for Dragon's departure will be exiting the approach ellipsoid. This is planned to take place about 13 minutes from now. Dragon Station, Houston on the Big Loop. Dragon has exited the Keep Out Sphere. Yes, Ajay, ഒരു ഇമാജിനറി ബൗണ്ടറി ഉണ്ടല്ലോ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ, ആ ഇമാജിനറി ബൗണ്ടറിയും കടന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു ഡ്രാഗൺ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത്. യെസ്, അതാണ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൻ്റെ ഇമാജിനറി ബൗണ്ടറിക്ക് പുറത്തേക്ക് കടന്നിരിക്കുന്നു. ചരിത്രം എഴുതി ആക്സിയം 4 ദൗത്യം. ജൂൺ 25, 2025 സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 ക്രൂ ഡ്രാഗൺ ഗ്രേസ് അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത്. പെഗി വിറ്റ്സൺ അതുപോലെ ടിബോർ കാപ്പുവിനെ പോലെയുള്ളവർ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു. ശക്തമായ ഒരു പ്രതീക്ഷ രാജ്യം ഈ ഘട്ടത്തിൽ വെച്ചു പുലർത്തിയിരുന്നു. പെഗി വിറ്റ്സൻ്റെ നേതൃത്വത്തിലാണ് സംഘം നീങ്ങിയത്. ഒപ്പം പോളണ്ടുകാരനായ സ്ലാവോസ് വിസ്നിയസ്
സ്കീം ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു. ടിബോർ കാപ്പു ആണ് ഹംഗറിയിൽ നിന്നുള്ള പ്രതിനിധി. 14 ദിവസത്തെ ഒരു ദൗത്യം എന്ന തരത്തിലാണ് പേടകം മുകളിലേക്ക് വിക്ഷേപിച്ചത്. എങ്കിൽ 18 ദിവസത്തെ യാത്രയും പൂർത്തിയാക്കി സംഘം മടങ്ങുകയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ യാത്രികനാണ് ശുഭാംശു ശുക്ല. നേരത്തെ ബഹിരാകാശ യാത്ര നടത്തിയ രാകേഷ് ശർമ്മയ്ക്ക് പുറകെ ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ അടുത്ത ചുവടുവെപ്പ്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയിരുന്നു ആദ്യം ഇന്ത്യൻ എയർഫോഴ്സിൽ ശുഭാംശു ശുക്ല. പിന്നീടാണ് അവിടെ നിന്ന് ഇപ്പോൾ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ശുഭാംശു ശുക്ല. 2024 മുതൽ ആ ചുമതലയാണ് വഹിക്കുന്നത്. 2000 മണിക്കൂറിൽ അധികം വിവിധ തരത്തിലുള്ള വിമാനങ്ങൾ പറപ്പിച്ചതിന്റെ ഒരു അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. സുഖോയ് 30 MKI, അതുപോലെ MiG 29-21 വിമാനങ്ങൾ പറപ്പിച്ചതിന്റെ, ജാഗ്വർ, ഫാക്, ഡ്രോണിയർ, AN-32 വിമാനങ്ങൾ പറപ്പിച്ചതിന്റെയൊക്കെ അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. ഒരു വളരെ പ്രതിഭാശാലിയായ ടെസ്റ്റ് പൈലറ്റാണ്, കോമ്പാക്ട് ലീഡറാണ് ശുഭാംശു ശുക്ല. 2019 എയറോസ്പേസ് രംഗത്തേക്ക് എയറോസ്പേസ് മെഡിസിൻ ആൻഡ് ISRO അദ്ദേഹത്തെ പരിശീലനത്തിനായി തെരഞ്ഞെടുക്കുന്നത്. ബേസിക് ട്രെയിനിങ് നടത്തിയത് യൂറി ഗഗാറിൻ കോസ്മോനോട്ട് ട്രെയിനിങ് സെന്ററിൽ നിന്നാണ്. അത് 2020-21 അഡ്വാൻസ്ഡ് കോഴ്സ് ISRO ബാംഗ്ലൂർ ഫെസിലിറ്റിയിൽ നിന്ന് പൂർത്തിയാക്കി. ഗഗൻയാൻ ആസ്ട്രോനോട്ട് ടീമിൽ ഉൾപ്പെടുത്തിയത് 2024 ശുഭാംശു ശുക്ലയുടെ ആ മനോഹരമായ രാജ്യത്തിന്റെ ഏറ്റവും അഭിമാനകരമായ ഒരു യാത്ര അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇതൊരു തിരിച്ചുവരവാണ്. പക്ഷെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കുതിച്ചു നീക്കമാണ് എന്ന് തന്നെ പറയാം. കുതിച്ചുയരലാണ് ഇത്. ശുഭാംശു ശുക്ല ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ രാജ്യം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. അജയ്, ഏറ്റവും സങ്കീർണമായ ദൗത്യം വളരെ കൃത്യതയോടുകൂടി പൂർത്തിയാക്കി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാകില്ലേ? 10 മിനിറ്റിന്റെ ഒരു വ്യത്യാസം അൺഡോക്കിങ്ങിൽ ഉണ്ടായി എന്നത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടന്നു എന്നതാണ്. ഗോ കമാൻഡുകൾ കൃത്യമായി കിട്ടി, ഉംബ്ലിക്കൽ കോഡുകൾ കൃത്യമായി വിച്ഛേദിക്കപ്പെട്ടു, ലാച്ചുകൾ കൃത്യമായി അത് പ്രവർത്തിച്ചു. 12 ഡ്രാക്കോ ത്രസ്റ്ററുകൾ അത് ബോണ്ട് സീറോ സംവിധാനത്തിലേക്ക് ഈ പേടകത്തെ കൊണ്ടെത്തിച്ചു. ISS-ൽ നിന്ന് സൗമ്യമായി അകന്നു നീങ്ങി ഡോക്കിംഗ് പോയിന്റിൽ നിന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള ചെറിയ ഫയറിങ്ങുകൾ കൃത്യമായി നടന്നു. അങ്ങനെ എല്ലാം കൃത്യമായി നടന്നു. കഴിഞ്ഞ ദിവസം ശുഭാംശു ശുക്ല പറഞ്ഞതുപോലെ വേണ്ടത്ര പരിശീലനം ലഭിച്ചു എന്ന് ഉറപ്പാക്കാൻ 24 മണിക്കൂറും നാസയുടെ പിന്തുണയുണ്ടായിരുന്നു, ആക്സിയം സ്പേസിന്റെ പിന്തുണയുണ്ടായിരുന്നു. എല്ലാവരോടും അദ്ദേഹം നന്ദി പറഞ്ഞിരുന്നു. ഈ ഘട്ടത്തിൽ ആ കൂട്ടമായ അല്ലെങ്കിൽ ആ സംഘടിതമായ ആ ദൗത്യം വിജയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സമയമായില്ലേ അജയ്? അതെ, ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് ചുറ്റുമുള്ള 200 മീറ്റർ സാങ്കല്പിക വലയം അത് ഈ ഡ്രാഗൺ പേടകം ഭേദിച്ചു എന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് വരുന്നുണ്ട്. നിലവിൽ ആദ്യ 2 ഘട്ടമായിട്ടുള്ള ഒരു എഞ്ചിൻ ബേണിംഗ് അത് പൂർത്തിയായിട്ടുണ്ട്. ആദ്യഘട്ട എഞ്ചിൻ ബേണിംഗിൽ നിന്ന് കുറച്ച് ഇത് അകന്നു മാറിയിരുന്നു. ഏതാണ്ട് ഒരു 140 മീറ്റർ ഒരു ദൂരേക്ക് വന്നിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടം എഞ്ചിൻ ബേൺ ചെയ്തപ്പോൾ 200 മീറ്റർ ആ ഒരു പരിധി കഴിഞ്ഞ് പുറത്തേക്ക് വന്നിരുന്നു. ഇനി ഒരു 2 ഘട്ടം ഒരു എഞ്ചിൻ ബേണിംഗും കൂടി നടക്കാനുണ്ട്. അതിനുശേഷം ഇത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒരു അകലേക്ക് മാറിപ്പോകുന്ന ഒരു കാര്യമാണ് ഇനി ഉള്ള 2 ഒരു ബേണിംഗ് സമയത്ത് കൂടി നടക്കാനുള്ളത്. അതിനുശേഷം ഇത് ഭൂമിയിലേക്കുള്ള ഒരു യാത്രയാണ്. ഇപ്പോൾ നിലവിൽ 26,495 km/h വേഗതയിലാണ് ഡ്രാഗൺ പേടകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഘട്ടം ഘട്ടമായി ഇതിന്റെ വേഗത കുറച്ച് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇനി പിന്നീട് നടക്കാനുള്ളത്. ഇനിയിപ്പോൾ ഇത് ഏതാണ്ട് ഇതേ വേഗത, വലിയ മാറ്റമില്ലാതെ ഈ കുറച്ച് ഒരു സംഖ്യ ഡിജിറ്റുകൾ മാത്രം താഴ്ചയിൽ ഇനി വേഗത വരും. അതിനുശേഷം ഇത് ഭൂമിയിലേക്കുള്ള യാത്ര, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 350 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ മാത്രമായിരിക്കും ഇതിന്റെ ഒരു ഡീഓർബിറ്റൽ പ്രക്രിയ അത് ആരംഭിക്കുക. എഞ്ചിനുകൾ അത് വിപരീത ദിശയിൽ ജ്വലിപ്പിച്ചുകൊണ്ട് വേഗത കുറച്ചു വരുന്ന ഒരു ഡീഓർബിറ്റൽ പ്രക്രിയ ആരംഭിക്കുന്നത് കേവലം 350 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴായിരിക്കും. അതുവരെ ഇപ്പോൾ നിലവിലുള്ള 26,000 km/h എന്ന് പറയുന്ന സ്പീഡ് അത് ഏകദേശം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും വരുന്നത്. അതിനുശേഷമായിരിക്കും വേഗത കുറച്ചുകൊണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ആ താഴ്ന്നിറങ്ങുന്ന ആ പ്രക്രിയ നടക്കുന്നത്. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു
അൺഡോക്കിംഗ് പ്രക്രിയയിൽ അതിൻ്റെ ഒരു ഹുക്കുകൾ വേർപെടുത്തുന്നതിൽ ഒരു കേവലമായിട്ടുള്ള ഒരു ചെറിയ ഡിലേ വന്നതൊഴിച്ചാൽ മറ്റൊരു തരത്തിലുള്ള സങ്കീർണതയും മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതുവരെ ഈ ഒരു നിമിഷം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനുശേഷം ഇപ്പോൾ നിലവിൽ ബഹിരാകാശ സഞ്ചാരികളെല്ലാം അവരുടെ സ്യൂട്ട് വേർപെടുത്താനുള്ള ഒരു നിർദ്ദേശം അത് ഗ്രൗണ്ട് സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി ഭൂമിയിലേക്ക് വരുന്ന ആ ഒരു സമയത്തായിരിക്കും സ്യൂട്ടുകൾ ധരിച്ച് വീണ്ടും അവർ ആ ഒരു ഒരുങ്ങി ഇരിക്കുക. അതിനുശേഷം പിന്നീട് ഒരു നീണ്ട ഒരു യാത്രയാണ്. ഈ ബഹിരാകാശ ഈ പേടകത്തിനകത്ത് തന്നെ ഓക്സിജൻ അതുപോലെ തന്നെ മറ്റ് അത്യാവശ്യമായിട്ടുള്ള ലൈഫ് സപ്ലിമെന്ററി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പേടകത്തിനകത്തും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനകത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ പേടകത്തിനകത്തും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രസകരമായ ഒരു കാര്യം, ശുഭാംശുവിനെ കാത്ത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഇങ്ങനെ വളരെ വലിയ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ശുഭാംശു ശുക്ലയുടെ അമ്മ ആശാ ശുക്ലയെ നേരത്തെ പറഞ്ഞത് ദൈവത്തോട് താൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എല്ലാ ദൗത്യവും വിജയകരമായി പൂർത്തിയാക്കി ഭൂമിയിലേക്ക് തൻ്റെ മകനും സംഘത്തിനും വരാൻ കഴിയണമെന്ന് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ സ്വീകരണം താൻ ഒരുക്കുന്നു എന്ന് അമ്മ പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശംഭു ദയാൽ ശുക്ലയും ഇതുപോലെ വലിയ പ്രതീക്ഷയോടെ മകനെ കാത്തിരിക്കുകയാണ്. അദ്ദേഹം തിരിച്ചു വരുന്നതിൻ്റെ ആ സന്തോഷ നിമിഷം ആണ് അവർ ഉറ്റുനോക്കുന്നത്. വരുമ്പോൾ അവന് കഴിക്കാനുള്ള എല്ലാ ഭക്ഷണങ്ങളും താൻ ഉണ്ടാക്കി വെക്കും. കഴിഞ്ഞ 5-6 വർഷം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതെല്ലാം അതിൻ്റെ എല്ലാ കണക്ക് തീർത്തുകൊണ്ട് വരുമ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം, ശുഭാംശുവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെക്കും എന്ന് അമ്മ വ്യക്തമാക്കുകയാണ്. രാജ്യം 140 കോടി മനുഷ്യർ വലിയ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ഇവിടെ നിന്ന് മാങ്ങയുടെ ചാറും അതുപോലെ ക്യാരറ്റ് ഹൽവയും അതുപോലെ മൂങ്കിദാലിന്റെ ഹൽവയും ഒക്കെ ആയി ബഹിരാകാശത്തേക്ക് പോയ ശുഭാംശു അതവിടെ അന്താരാഷ്ട്ര പേടകത്തിൽ വെച്ച് ബഹിരാകാശ യാത്രികർക്ക് അതെല്ലാം പങ്കുവെക്കുകയും അവരും അതുപോലെ സ്ലവോസ് വിസ്നിഫ്സ്കിയും അതുപോലെ ടിബോർ കാപ്പും പെഗ്ഗി വിക്സണും ഒക്കെ അവരുടെ ഇഷ്ടഭക്ഷണങ്ങൾ കൊണ്ടുവരികയും അത് പങ്കുവെക്കുകയും ഒക്കെ ചെയ്ത് ഇനി അവിടെ നിന്ന് അവർ യാത്ര തിരിച്ചിരിക്കുന്നു. ഇവിടെ ശുഭാംശുവിന് കാത്തിരിക്കുന്നത് അതേപോലെ ഇഷ്ടഭക്ഷണമാണ്. 140 കോടി ഇന്ത്യക്കാരുടെ സ്നേഹാഭിവാദ്യങ്ങൾ കാത്തിരിക്കുന്നു. നാളെ 3:01 ശാന്തസമുദ്രത്തിൽ ഈ ബഹിരാകാശ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്യുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമായിരിക്കാം. ഏതായാലും ഇനി ഏറ്റവും സുപ്രധാനമായ ഘടകം വരുന്നത് ഈ ഡി ഓർബിറ്റിംഗ് ആണ്. ഡി ഓർബിറ്റിംഗിന് വിപരീത ദിശയിൽ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചുകൊണ്ട് വേഗത കുറയ്ക്കണം. അന്തരീക്ഷ ഹർഷണം തടയാനുള്ള, അതായത് നേരത്തെ അജയ് സൂചിപ്പിച്ചതുപോലെ 2200 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാവുന്ന താപനിലയെ അതിജീവിച്ചു വേണം ഈ യാത്രയ്ക്ക് ഇനി ശാന്ത സമുദ്രത്തിൽ എത്തിച്ചേരാൻ. അജയ്, അതിനുശേഷം ഒരാഴ്ചത്തെ മെഡിക്കൽ വിശ്രമവും ഈ ദൗത്യം ഏറ്റവും മനോഹരമായി പൂർത്തിയാക്കി ശുഭാംശു തിരിച്ചു വരികയാണ്. ഇനി ഇതിൻ്റെ ഡി ഓർബിറ്റിംഗ് നടപടിക്രമങ്ങൾ ഒക്കെ എപ്പോഴത്തേക്കാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അതായത് നാളെ 3 മണിയോടുകൂടി ശാന്തസമുദ്രത്തിൽ ഈ സ്പ്ലാഷ് ഡൗൺ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയുള്ള നടപടിക്രമങ്ങൾ, ഇപ്പോൾ ഇമാജിനറി ബൗണ്ടറി കടന്നിരിക്കുന്നു. ഇനിയുള്ള വേഗത എന്ത്, എത്ര സമയം കൊണ്ട് ഈ ഡി ഓർബിറ്റിംഗ് നടപടികളിലേക്ക് കടക്കാനാകും? മനു ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 26,400 km/h വേഗതയിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പൂർണ്ണമായി കടന്നതിന് ശേഷം മാത്രമായിരിക്കും ആ ഒരു 350 കിലോമീറ്റർ ഉയരത്തിൽ എത്തിയതിന് ശേഷമായിരിക്കും ഡി ഓർബിറ്റൽ പ്രക്രിയ, ആ വേഗത കുറയ്ക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുക. അപ്പോൾ തീർച്ചയായിട്ടും മനു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായിട്ടുള്ള ആശാ ശുക്ലയും അതുപോലെ തന്നെ ശംഭു ദയാൽ ശുക്ലയും മാത്രമല്ല, ഇപ്പോൾ 140 കോടി ഇന്ത്യക്കാരും അദ്ദേഹത്തെ കാത്തിരിപ്പുണ്ട്. എന്നാൽ ഇവരെ എല്ലാവരെയും കാണാനായിട്ടും അതുപോലെ തന്നെ അദ്ദേഹം ശേഖരിച്ച നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അത് നമ്മിലേക്ക് പങ്കുവയ്ക്കാനും ഇനിയും ഒരു 7 ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ ആക്സിയം സ്പേസിൻ്റെ പ്രത്യേക ഫെസിലിറ്റിയിലായിരിക്കും ഇവരുടെ ഒരു ക്വാറന്റൈൻ ഉൾപ്പെടെ നടക്കുക. നാളെ സ്പേസ്